They will understand who are you, the real figure of you. They will understand. The cause of that minimum. We are 100% totally with the tenants of that minimum people. They want a legal remedy. Therefore, we will stand for that. But in the name of that, all things, targeting religious freedom is going to cause consequences. I will tell you, these people in the Assembly of Kerala have passed a resolution. Tomorrow, after the Rajya Sabha decision, that resolution is going to be drowned in the Arabian Sea. You just wait for this episode. It is happening. The people of Kerala. വഖഫ് നിയമത്തിൽ ലോക്സഭയിൽ ചൂടേറിയ ചർച്ച നടക്കുകയാണ്. ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ആണ് ബിൽ അവതരിപ്പിച്ചത്. ബിൽ മുസ്ലിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുക്കാനുള്ളതാണെന്ന് പ്രതിപക്ഷത്തിന് വേണ്ടി ചർച്ച തുടങ്ങിവെച്ച കോൺഗ്രസിന്റെ ഗൗരവ് ഗൊഗോയ് ആരോപിച്ചു. പ്രതിപക്ഷം രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഭരണപക്ഷാംഗങ്ങൾ വാദിച്ചു. TDPയും JDUവും നിയമത്തെ ശക്തമായി പിന്തുണച്ചു. CPMന് വേണ്ടി K രാധാകൃഷ്ണനും കോൺഗ്രസിന് വേണ്ടി KC വേണുഗോപാലും സംസാരിച്ചു. സർക്കാർ ഭൂമി കോൺഗ്രസ് സർക്കാരുകൾ വഖഫിന് ദാനം നൽകിയെന്ന് അമിത് ഷാ ചർച്ചയ്ക്കിടെ ആരോപിച്ചു. ഇപ്പോഴും അവിടെ ഈ നിയമത്തിനുമേലുള്ള ബില്ലിനുമേലുള്ള ചർച്ച ലോക്സഭയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വോട്ടിംഗ് ഉണ്ടാകും. ഇപ്പോഴത്തെ നിലയിൽ ബിൽ പാസ്സാകുമെന്നുള്ള കാര്യം സുനിശ്ചിതമാണ് താനും. ഈ ചർച്ചയിൽ ശ്രീ ഷാഫി ചാലിയം മുസ്ലിം ലീഗ്, ശ്രീ VR അനൂപ് കോൺഗ്രസ്, ഫാദർ ജോൺസൺ തേക്കടയിൽ കത്തോലിക്ക സഭ, ശ്രീ ശങ്കുട്ടി ദാസ് BJP, ശ്രീ അൻവർ ഷാ പാലോട് ഇടത് സഹയാത്രികൻ എന്നിവർ സംസാരിക്കുന്നു. ആദ്യം ശ്രീ ഷാഫി ചാലിയം, വളരെ സുപ്രധാനമായ ഒരു നിയമനിർമ്മാണമാണ് പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു എന്നാണ് അമിത് ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അല്പസമയം മുൻപ് ലോക്സഭയിൽ ചർച്ചയിൽ ഇടപെട്ട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞത്. സമൂലമായ മാറ്റമാണ്. താങ്കളിപ്പോൾ ഒരുപക്ഷെ ആ പുതിയ കരട് കണ്ടു കാണും. വഖഫ് സെൻട്രൽ വഖഫ് കൗൺസിലിന്റെ സംസ്ഥാന ബോർഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റുന്നു. വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുന്നു. വഖഫ് ട്രിബ്യൂണലിന്റെ ഘടന മാറ്റുന്നു. അങ്ങനെ ഈ വഖഫ് സംബന്ധിച്ച അടിസ്ഥാനപരമായ സമൂലമായ ഒരു മാറ്റമാണ് ഈ നിയമം വഴി ഉണ്ടാവാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ, മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ബാധിക്കുക? ഇന്ത്യയിൽ BJPയുടെ ഭരണം പ്രധാനമായും ലക്ഷ്യമിടുന്നത് മുസ്ലിങ്ങളെയാണ്. അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ നിയമനിർമ്മാണങ്ങളെല്ലാം മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുക, ഒറ്റപ്പെടുത്തുക, അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുക, അവരുടെ മൗലിക അവകാശങ്ങൾ ഹനിച്ചെടുക്കുക, ഈ രീതിയിൽ നിരന്തരമായി നിയമനിർമ്മാണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാനത്തേതാണ് ഈ വഖഫ് എന്നും പോലും ഞങ്ങൾ കരുതുന്നില്ല. ഇനി ഇതിലും ഭീകരമായ നിയമനിർമ്മാണങ്ങൾ ഈ രാജ്യത്തെ ഭരണകൂടത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നമുക്കറിയാം NRC കേസ് സഭയിൽ ഭൂരിപക്ഷമുണ്ട്. എന്തുകൊണ്ട് പാസ്സാക്കിയെടുക്കാം? സുപ്രീം കോടതിയിൽ ഞങ്ങൾ പോയി. സുപ്രീം കോടതി അതിന്മേൽ തീർപ്പ് ഇപ്പോഴും കൽപ്പിച്ചിട്ടില്ല. ഗവൺമെൻറ് അതിൻ്റെ ഫൈനൽ അഫിഡവിറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഭൂരിപക്ഷമുണ്ടെങ്കിൽ എന്തുകൊണ്ട് പാസ്സാക്കി കളയാം എന്നതാണ് ഈ രാജ്യത്ത് നടക്കുന്നതെങ്കിൽ അത് നമ്മൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യും. കാരണം ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ ഭൂരിപക്ഷമുണ്ടെന്ന് കരുതിയാണ്ട് എടുക്കാൻ പറ്റുമോ? നമ്മുടെ ആർട്ടിക്കിൾ ഭരണഘടനയുടെ 25ഉം 26ൻ്റെയും ഒക്കെ പൂർണ്ണമായ നിഷേധമാണ് കണ്ടത്. ഇന്ത്യയിലെ വിവിധ സുപ്രീം കോടതി അടക്കം വിവിധ ഹൈക്കോടതികളും വിവിധ കോടതികളും വളരെ പരമപുച്ഛമായി കണ്ട പലതും ഈ ബില്ലിലൂടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതേ കോടതിയിൽ തന്നെ ചാലഞ്ച് ചെയ്യുമ്പോൾ കോടതികൾക്ക് മുമ്പ് പറഞ്ഞ വിധികളൊക്കെ വിസ്മരിക്കാൻ സാധിക്കുമോ? ഇവിടെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാം ഇത് എവിടുന്ന് തയ്യാറാക്കിയതാണ്? ഇത് ഒരു കേന്ദ്രത്തിൽ നിന്ന് ഇത് തയ്യാറാക്കി കൊണ്ടുവരുന്നു. ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി വെക്കുന്നു. ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ കൊടുത്ത ഒരു ഭേദഗതിയും ഒരു ഒബ്ജക്ഷനും അംഗീകരിക്കുന്നേയില്ല. മാത്രമല്ല സഭയിൽ പോലും മന്ത്രി ഇന്ന് വിളിച്ചു പറഞ്ഞാൽ എന്താണ്? പാർലമെൻറ്റ് പോലും വഖഫ് സ്വത്താണെന്ന് പറഞ്ഞു കളയുന്നു. ഒരു മന്ത്രിയാണോ ഈ അതും സത്യം മാത്രം പറയേണ്ട പാർലമെൻറ്റിൽ ഇത് പറഞ്ഞത്? നിങ്ങളൊന്നും മനസ്സിലാക്കണം. 113 ആർക്കിയോളജിക്കൽ സർവേയുടെ കയ്യിലുള്ള പൗരാണിക പള്ളികൾ, അവിടെ വഖഫ് ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം UPA കാലത്ത് നിസ്കരിക്കാനുള്ളൊരു അനുമതി കൊടുത്തു. അത്രയേ ഉള്ളൂ. അതുപോലും എടുത്തു കളയുകയാണ്.
ഇവിടെ പിന്നെ എനിക്ക് അഭിലാഷനോട് പറയാനുള്ളത്, ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ ആകെ മാറ്റിക്കഴിഞ്ഞു. ഒരാൾക്ക് വഖഫ് ചെയ്യാനുള്ള അവകാശം, ഒന്ന് വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന തന്നാണ്. അതിൻ്റെ മുകളിലാണ് ഇവിടെ കത്തിവെച്ചത്. എനിക്ക് ദൈവത്തിൻ്റെ അല്ല ഞാൻ പറഞ്ഞു തീരട്ടെ, എനിക്ക് ദൈവത്തിൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്യാൻ മതപരമായി എനിക്കൊരു അവകാശമുണ്ട്. ആ വഖഫ് ഞാൻ ചെയ്യാനുള്ള എൻ്റെ അവകാശം ചോദ്യം ചെയ്യപ്പെട്ടു. ആരാണ് വഖഫ് ചെയ്യാനുള്ള അധികാരം? അയാൾ മുസ്ലിമായി 5 കൊല്ലം ജീവിക്കണം. പ്രാക്ടീസിംഗ് മുസ്ലിം ആണെങ്കിൽ ഒരാൾക്ക് വഖഫ് ചെയ്യാം. അതെ, ഈ അത് എങ്ങനെയാണ്? സെൽഫ് ഡിക്ലെയർഡ് ആണോ? അല്ലെങ്കിൽ ഇത് പരിശോധിക്കാൻ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു മാപിനിയുണ്ടോ? ഒരാൾ 5 വർഷം ശരിയായ രീതിയിൽ ഇസ്ലാമികമായ പ്രാക്ടീസ് ചെയ്തിട്ട് ജീവിക്കുകയാണെന്ന് ആരാണ് പ്രൂവ് ചെയ്യേണ്ടത്? ഹൂ വേർ ദാറ്റ് അതോറിറ്റി? അത് അറിയണ്ടേ? അതിനൊക്കെ അവ്യക്തതയാണ്. അതായത് വഖഫ്, നിലവിലുള്ള വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കുക, വഖഫിലേക്ക് ഇനി ആർക്കും സ്വത്ത് വഖഫ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കുക, എന്തെല്ലാമാണ് ഇതിൽ വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ പിന്നെ വഖഫ് ബോർഡിനൊക്കെ ഉള്ള ഒരു ജനാധിപത്യ സ്വഭാവമുണ്ട്, അത് ഇല്ലായ്മ ചെയ്ത് കളഞ്ഞു. നിങ്ങൾ നോക്കൂ, എവിടെ നിന്നാണ് വഖഫ് അല്ല സെൻട്രൽ വഖഫ് കൗൺസിൽ ആണെങ്കിലും സ്റ്റേറ്റ് വഖഫ് ബോർഡിലേക്കും അംഗങ്ങളെ നിശ്ചയിക്കുന്ന രീതി എങ്ങനെയാണ്? ഓരോ മേഖലയിൽ നിന്ന് ഇലക്ടോറൽ സിസ്റ്റത്തിലൂടെ വരുന്നത്. ആ ഇലക്ടോറൽ സിസ്റ്റം മൊത്തം എടുത്തു കളഞ്ഞിട്ട് വഖഫ് ബോർഡിലെ മുഴുവൻ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം അതാത് സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രമായി. ആരെയും ചെയ്യാം. അതിൽ 2 നോൺ മുസ്ലിങ്ങളെ വെച്ച് മുസ്ലിം അല്ലാത്ത 2 പേരാകാം. അപ്പൊ ചോദ്യം മന്ത്രി ചോദിക്കുന്നുണ്ട്, ബാക്കി 9 പേരും മുസ്ലിം അല്ലേ? എവിടെയും പറയുന്നില്ല. 2 പേര് നോൺ മുസ്ലിം ആണെന്ന് പറയുന്നു. എന്നാൽ ബാക്കിയുള്ള 9 പേർ മുസ്ലിം ആകണമെന്ന് ഈ ബില്ലിൽ എവിടെയും പറയുന്നുണ്ടോ? എവിടെയും പറയുന്നില്ല. ഇപ്പൊ ഉത്തർപ്രദേശ് പോലെ ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുള്ള ഒരു സ്റ്റേറ്റിൽ യോഗി ആദിത്യനാഥിന് ആ വഖഫ് ബോർഡിലെ മുഴുവൻ പേരെയും നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു അധികാരമാണ് കിട്ടുന്നത്. അങ്ങനെ കിട്ടിയാൽ ആ വഖഫ് ബോർഡിലെ ഒരു മുസ്ലിം പോലും ഇല്ലാത്ത, അങ്ങനെ ഒരു മുസ്ലിമും ഇല്ലാതെ പറ്റില്ല. ഈ നിയമം തന്നെ അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ശ്രീ ഷാഫി ചാലിയം, മുസ്ലിം സംഘടനാ പ്രതിനിധികൾ, ഇസ്ലാമിക നിയമത്തിലെ പണ്ഡിതർ, വഖഫ് ബോർഡുകളുടെ അധ്യക്ഷന്മാർ എന്നിവർ മുസ്ലിങ്ങളായിരിക്കണം. അല്ല, ആയിരിക്കാം. അതോടൊപ്പം അതിന്റെ കൂടെ ഉപക്ലോസ് എന്താ പറയുന്നത്? മുത്തവല്ലിയെ കിട്ടിയിട്ടില്ലെങ്കിൽ, ഉചിതമായ മുത്തവല്ലിയെ കിട്ടിയിട്ടില്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറെ ആക്കാന്ന മുസ്ലിം എന്നവിടെ പറയുന്നില്ല. നിങ്ങളത് അതിന്റെ എല്ലാം ഇതും വായിച്ചു നോക്കൂ നിങ്ങളെ. പിന്നെ അതോടൊപ്പം നിങ്ങൾ ആലോചിച്ചു, ഇതിന്റെ ജനാധിപത്യ സ്വഭാവം പോയി. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് ഓരോ ചോദ്യങ്ങളായി നമുക്ക് ഓരോ വിഷയങ്ങളായി ചർച്ച ചെയ്യാം. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ശങ്കുട്ടി ദാസ്, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്ന്, വഖഫ് തന്നെ 3 തരത്തിൽ ചെയ്യാമായിരുന്നു. അത് വഖഫ് ബൈ യൂസർ ഇല്ലാതായിരിക്കുന്നു. അതായത് ഇപ്പോൾ കാലങ്ങളായി ഒരു മുസ്ലിം പള്ളി ആണെങ്കിൽ ദാറ്റ് ഇറ്റ് സെൽഫ് വഖഫ് ആകുമായിരുന്നു. അപ്പോൾ ഡൽഹി ജുമാ മസ്ജിദ് കുറേ കാലമായി ജുമാ മസ്ജിദ് ആയതുകൊണ്ട് അതൊരു വഖഫ് പ്രോപ്പർട്ടിയാണ്, മറ്റ് രേഖകളില്ലെങ്കിലും. അപ്പോൾ അത് വഖഫ് ബൈ യൂസർ ഇല്ലാതാവുന്നു. ഇവിടെ നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ആർക്ക് വഖഫ് ചെയ്യാം? എനിക്ക് വഖഫ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 5 കൊല്ലം പ്രാക്ടീസിങ് മുസ്ലിമായ ഒരാൾക്ക് മാത്രമേ ഇനി ഒരു ദാനം, ഈ പറഞ്ഞ വഖഫ് ദാനം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രമല്ല, ഈ വഖഫ് കൗൺസിലും സെൻട്രൽ വഖഫ് കൗൺസിലും വഖഫ് ബോർഡും ഈ തരത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഭരണഘടനയുടെ 26-ാം അനുച്ഛേദം മതസ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശം അതാത് മതസംഘടനകൾക്ക് അല്ലെങ്കിൽ മതങ്ങൾക്ക് നൽകുന്നതാണല്ലോ. ഇങ്ങനെ ഒരു മതത്തിന്റെ പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്നതിൽ മറ്റുള്ളവരെ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള സംവിധാനത്തെ ഏൽപ്പിക്കുന്നത് എന്തിന്റെ പേരിലാണ്? അതിന്റെ യുക്തി എന്താണ്? അങ്ങനെ കൃത്യമായി ചോദിച്ചതുപോലെ ഒരു മതത്തിന്റെ പേരിലുള്ള പ്രോപ്പർട്ടി മാനേജ് ചെയ്യാൻ ആളുകളെ ഏൽപ്പിക്കുന്നതാണല്ലോ അങ്ങയുടെ ചോദ്യം. നമുക്ക് മാനേജ്മെന്റ് ഓഫ് പ്രോപ്പർട്ടി ഇസ് സെക്യുലർ ഫംഗ്ഷൻ. ഒരു വസ്തുവിന്റെ മേൽനോട്ടോ നിയന്ത്രണമോ എന്ന് പറയുന്ന ഒരു മതപരമായിട്ടുള്ള ഉത്തരവാദിത്തമല്ല, അത് ഏത് വിഭാഗത്തിനും ചെയ്യാവുന്ന ഒരു ഉത്തരവാദിത്തമാണ്. ഇസ്ലാം മതത്തിലെ വിശ്വാസങ്ങളുമായിട്ടോ പ്രമാണങ്ങളുമായിട്ടോ പ്രാക്ടീസസുമായിട്ടോ അനുഷ്ഠാനങ്ങളുമായിട്ടോ ഏതെങ്കിലും നിലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നിയമമേ അല്ല ഇത്. ഇസ്ലാമിന്റെ നോമ്പെടുക്കാനോ നിസ്കരിക്കാനോ അതല്ലെങ്കിൽ സുന്നത്ത് നടത്താനോ അതല്ലെങ്കിൽ ഇത് ചെയ്യാനോ ഹജ്ജ് ചെയ്യാനോ ഇതൊന്നുമുള്ള അങ്ങനെയുള്ള മതപരമായിട്ടുള്ള അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല. വഖഫ് എന്ന് പറയുന്നത് പെർമനന്റ് ഡെഡിക്കേഷൻ ആസ് പെർ ഇസ്ലാമിക് ലോ ഫോർ എ പയസ് റിലീജിയസ് ഓർ ചാരിറ്റബിൾ പർപ്പസ് എന്നുള്ളതാണ് വഖഫ് എന്ന് പറയുന്നത്. ഇസ്ലാമിക മത നിയമപ്രകാരം പയസോ റിലീജിയസോ ചാരിറ്റബിൾ ആയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടി നടത്തുന്ന ഒരു പെർമനന്റ് ഡെഡിക്കേഷനാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമപ്രകാരം ഒരൊറ്റ തരത്തിലുള്ള വഖഫേ ഉള്ളൂ. ആ വഖഫ് എന്ന് പറയുന്നത് വഖഫ് അലൽ ഔലാദാണ്. വഖഫ് അലൽ ഔലാദ് എന്താണ്?
പൂർത്തിയാക്കണമെങ്കിൽ ഇസ്ലാമിക നിയമത്തിൽ തന്നെ 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. എന്താണ്? വഖഫ് അലൽ ഔലാദ് ഷുഡ് ബി കംപ്ലീറ്റഡ് ബൈ എ പ്രാക്ടീസിംഗ് മുസ്ലിം. അത് ചെയ്യുന്നത് ഒരു പ്രാക്ടീസിംഗ് മുസ്ലിം ആയിരിക്കണം. 2, the property should be belonging to him. അത് തന്റെ തന്നെ വസ്തുവായിരിക്കണം അയാൾ വഖഫ് ചെയ്യുന്നത്. ആരാന്റെ വസ്തു നമുക്ക് വഖഫ് ചെയ്യാൻ സാധിക്കില്ല. 3, the വഖഫ് should be done in the presence of witnesses and with proper evidence. അത് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ചെയ്തായിരിക്കണം. അങ്ങനെ വഖഫ് ചെയ്തതിന് പ്രോപ്പർ ആയിട്ടുള്ള തെളിവുകൾ ഉണ്ടാവണം. എന്നാൽ നമ്മുടെ നിയമത്തിൽ മാത്രമാണ് വിചിത്രമായിട്ടുള്ള മറ്റൊരു ക്ലോസ് ഉള്ളത്. ഈ ഇസ്ലാമിക നിയമപ്രകാരമുള്ള വഖഫിന്റെ 3 സങ്കല്പങ്ങളെ നിഷേധിക്കുന്നതാണ് ഇന്ത്യൻ നിയമം. ആദ്യത്തെ ക്ലോസ്, വഖഫ് ഷുഡ് ബി ഡൺ ബൈ എ പ്രാക്ടീസിംഗ് മുസ്ലിം. നമ്മുടെ നിയമത്തിൽ അങ്ങനെ പറയുന്നേ ഇല്ല. മുസ്ലിം അല്ലാത്ത ഒരാൾക്കും വഖഫ് ചെയ്യാൻ പറ്റുമെന്നാണ് 2013 അമെൻമെന്റ് പറയുന്നത്. എനി പേഴ്സൺ എന്നാണ് പറയുന്നത്, എനി മുസ്ലിം എന്നല്ല പറയുന്നത്. 2, അയാൾക്ക് അർഹതപ്പെടാത്ത ഭൂമിയും ഒരാൾക്ക് വഖഫ് ചെയ്യാമെന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നിയമത്തിൽ മാത്രം വഖഫ് ബൈ യൂസർ കൊടുത്തത്. 1995 വഖഫ് ആക്ടിൽ മാത്രമാണ് വഖഫ് ബൈ യൂസർ വന്നത്. 1954 വഖഫ് നിയമത്തിൽ ഉണ്ടായിരുന്നില്ല, 1923 നിയമത്തിൽ ഉണ്ടായിരുന്നില്ല, 1913 നിയമത്തിൽ ഉണ്ടായിരുന്നില്ല. ലോകത്തെ ഏതെങ്കിലും രാജ്യത്തിൽ പിന്തുടരുന്ന വഖഫ് നിയമങ്ങളിൽ വഖഫ് ബൈ യൂസർ എന്നൊരു പ്രൊവിഷൻ ഇല്ല. എന്താണ് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത്? വഖഫ് ബൈ യൂസ് അല്ല കേട്ടോ, വഖഫ് ബൈ യൂസർ ആണ്. നിങ്ങൾക്ക് നിരന്തരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് ഒരു വസ്തുവിന്റെ മേലെ അവകാശം സിദ്ധിക്കുകയും ആ അവകാശം നിങ്ങൾക്ക് വഖഫ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉപയോഗിക്കുന്ന ആൾക്ക് ആ ഉപയോഗിക്കുന്ന വസ്തു വഖഫ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അർഹതപ്പെടാത്ത ഭൂമി നിങ്ങൾക്ക് വേണമെങ്കിൽ വഖഫ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആ വസ്തു ഉപയോഗിക്കുന്നുണ്ട്, മതപരമായിട്ടുള്ള ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ന്യായം മാത്രം മതി. ഇതെന്തൊരു വിചിത്രമായിട്ടുള്ള പ്രൊവിഷനാണ്. 3, ഇങ്ങനെ വഖഫ് ചെയ്യുന്നതിന് ഒരു തെളിവ് വേണ്ടാന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. അതായത് 1955 നിയമത്തിൽ തന്നെ പറഞ്ഞ എന്താണ്? വഖഫ് ഷാൾ റിമെയിൻ വാലിഡ് ഈവൺ ഇഫ് ദി ഒറിജിനൽ ഡെഡിക്കേഷൻ ഇസ് ലോസ്റ്റ് എന്ന. അതുമായി ബന്ധപ്പെട്ട ഡെഡിക്കേഷന്റെ ഡീഡോ ഒന്നും ഇല്ലെങ്കിൽ പോലും അത് വഖഫായി തുടരുന്നതാണ്. ലിമിറ്റേഷൻ ആക്ട് ബാധകമല്ല, അതുകൊണ്ട് പ്രത്യേക ക്ലോസ് ഉണ്ട്. 107 എന്ന് പറയുന്ന ഒരു ക്ലോസ് പ്രകാരം ലിമിറ്റേഷൻ ആക്ട് ബാധകമല്ല. അതുകൊണ്ട് 100 കൊല്ലം മുമ്പ് ഈ പ്രോപ്പർട്ടി വഖഫ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ അത് വഖഫ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് 2013 ഇലക്ഷൻ നടക്കുന്നതിന് വെറും 4 മാസം മുൻപ് മാത്രം ഡൽഹിയിലെ ഡൽഹിയിലെ VVIP ന്യൂട്ടൺസ് പ്രോപ്പർട്ടി ആയിട്ടുള്ള 123 പ്രോപ്പർട്ടികൾ വഖഫ് ചെയ്യാൻ അന്നത്തെ UPA ഗവൺമെന്റിന് സാധിച്ചത്. എത്രയോ കാലമായിട്ട് 70 വർഷമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് നിയന്ത്രണത്തിലായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഏൽപ്പിച്ച പ്രോപ്പർട്ടി ഒരു കാലത്ത് വഖഫ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഭരണം കൈമാറുന്നതിന്റെ പേരും 6 മാസം മുൻപ് മാത്രം ഡൽഹിയിലെ 123 പ്രൈം VVIP പ്രോപ്പർട്ടികൾ നമ്മൾ വഖഫ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ആഭ്യന്തരമന്ത്രി പാർലമെന്റ് തന്നെ വഖഫ് ഭൂമിയിലാണെന്ന് പറഞ്ഞത് എന്തോ വലിയ അതിശയോക്തിയായിട്ട് അദ്ദേഹം പറഞ്ഞു. അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം, നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ഓഫ് ഡൽഹിയുടെ 77% ഭൂമിയും വഖഫ് ഭൂമിയാണെന്നാണ് ഡൽഹി വഖഫ് ബോർഡിന്റെ വാദം. പാർലമെന്റ് മന്ദിരം, സെൻട്രൽ വിസ്ത, സുപ്രീം കോടതി ഉൾപ്പെടെ ഡൽഹിയുടെ 77% വഖഫാണെന്നാണ് ഡൽഹി വഖഫ് ബോർഡ് പറയുന്നത്. അങ്ങനെ രാജ്യത്തെ ഏത് വസ്തുവും വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാനുള്ള അനിയന്ത്രിതവും അന്യായവുമായിട്ടുള്ള അധികാരങ്ങൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ വഖഫ് ആക്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് എങ്ങനെയാണ് ഒരു മത സംവിധാനത്തിന് ഇത്രയും അധികാരങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് സംശയം തോന്നും. ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഏറ്റവും വലിയ ഇതിന്റെ മുകളിൽ തർക്കം നടക്കുന്ന പ്രൊവിഷൻ ഏതാണ്? സെക്ഷൻ 40 എന്താ പറയുന്നത്? ഡിസിഷൻ വെദർ എ പ്രോപ്പർട്ടി ഈസ് വഖഫ് ഓർ നോട്ട്. ഒരു വസ്തു വഖഫാണോ അല്ലയോ എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം ഈ നിയമത്തിൽ എന്താ പറയുന്നത്? ഇൻ കേസ് ഓഫ് എ ക്വസ്റ്റ്യൻ വെദർ എ പ്രോപ്പർട്ടി ഈസ് വഖഫ് ഓർ നോട്ട്, ദ വഖഫ് ബോർഡിനെ ഇറ്റ്സെൽഫ് ഡിസൈഡ് എന്നാ പറയുന്നത്. ഒരു വസ്തു വഖഫാണോ അല്ലയോ എന്നൊരു തർക്കം ഉടലെടുത്താൽ വഖഫ് ബോർഡിന് സ്വന്തം നിലയിൽ പരിശോധനകൾ നടത്തിയിട്ട് അത് വഖഫാണോ അല്ലയോ എന്ന് സ്വയമേവ നിശ്ചയിക്കാമെന്നാണ് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ എന്താ അവിടുത്തെ പ്രശ്നം എന്നറിയോ? നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, സാമാന്യ നീതി എന്ന് പറയുന്നുണ്ട്. സാമാന്യ നീതിയുടെ 3 തത്വങ്ങൾ ഞാൻ പറയട്ടെ. രണ്ടാമത്തെ വലിയ തത്വം എന്താന്ന് വെച്ചാൽ നോബഡി ഷാൽ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ്റ്റ് എന്നാണ്. അവനോട് ഉൾപ്പെട്ടിട്ടുള്ള തർക്കത്തിൽ അവൻ തന്നെ ന്യായാധിപൻ ആവാൻ പാടില്ല എന്നാണ്. ഇവിടെ ഒരു ഭൂമി വഖഫാണോ അല്ലയോ തീരുമാനിക്കാനുള്ള അധികാരം നിങ്ങൾ വഖഫ് ബോർഡിന് തന്നെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? രാജ്യത്ത് ഏത് ഭൂമി വഖഫാക്കി മാറ്റാൻ സാധിക്കുന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും നല്ല തെളിവ് 1995 നമ്മൾ വഖഫ് ആക്ട് ഉണ്ടാക്കിയ സമയത്ത് ഇന്ത്യയിൽ ആകെ വഖഫ് ഭൂമിയുടെ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് 4.5 lakh acres ആയിരുന്നു, 4.5 ലക്ഷം ഏക്കർ ആയിരുന്നു. 2006 ലെജിസ്ലേച്ചർ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച സമയത്ത് നടത്തിയിട്ടുള്ള വഖഫ് സർവേയിൽ വഖഫ് പ്രോപ്പർട്ടിയുടെ എക്സ്റ്റെന്റ് 6 ലക്ഷം ഏക്കറായി. 2024 വഖഫ് അമെൻമെന്റ് ആക്ട് നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച സമയത്ത് വഖഫ് പ്രോപ്പർട്ടിയുടെ എക്സ്റ്റെന്റ് 9 ലക്ഷം ഏക്കറായി. 30 കൊല്ലം കൊണ്ട് വഖഫ് ഭൂമി നേരെ ഇരട്ടിയായിട്ട് മാറി. ഇപ്പോ ഇന്ത്യയിലുള്ള മുസ്ലിം വഖഫ് ബോർഡുകൾ അല്ലെങ്കിൽ വിവിധ സംഘടനകൾ അവകാശവാദം ഉന്നയിക്കുന്ന വഖഫ് പ്രോപ്പർട്ടിയുടെ എക്സ്റ്റെന്റ് എത്രയാണെന്ന് അറിയോ? ഇന്ന് പാർലമെന്റിൽ പറഞ്ഞു 34 ലക്ഷം ഏക്കർ. 8 ഇരട്ടിയുടെ വർധന. എങ്ങനെയാണ് ഏത് ഭൂമിയും കണ്ണിൽ കണ്ടതും സ്വപ്നം കണ്ടതും മോഹം തോന്നിയതും ഒക്കെ ആയിട്ടുള്ള ഭൂമി വഖഫ് ഭൂമിയായി മാറുന്നത്? ഏത് ഭൂമി വഖഫായി ഡെസിഗ്നേറ്റ് ചെയ്യാനുള്ള അനിയന്ത്രിതമായിട്ടുള്ള അധികാരങ്ങൾ കൊടുത്ത് നിങ്ങൾ സംവിധാനത്തിൽ ഉണ്ടാക്കിയോണ്ടാ. അതുകൊണ്ടാണ് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയായത്. അതുകൊണ്ടാണ് പാലക്കാട് കൽപ്പാത്തിയിലും ധോണിയിലുള്ള ഭൂമി വഖഫ് ഭൂമിയായത്. അതാണ് കണ്ണൂരുള്ള ഭൂമി വഖഫ് ഭൂമിയായത്. ഞാൻ അതിന്റെ ഈ പറഞ്ഞ ക്ലെയിം അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ അനൂപ് VR, ഇവിടെ BJPയുടെ പൊസിഷൻ, ഇപ്പോ
ഈ ചർച്ചയിൽ ഉന്നയിക്കുന്നത് മാത്രമല്ല, മന്ത്രിമാരടക്കം അമിത്ഷാ അടക്കം പാർലമെന്റിൽ ഉന്നയിച്ചതും ഇപ്പോൾ ഈ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സെക്ഷൻ 40 വഖഫ് നിയമത്തിലെ 40ാമത്തെ ക്ലോസ് വഖഫ് ബോർഡിന് ഏത് ഭൂമിയും വഖഫായി പ്രഖ്യാപിക്കാനുള്ള അധികാരം നൽകുന്നതാണ്. അത് ശരിയായൊരു നിയമമല്ല, അതുകൊണ്ട് അത് മാറ്റുന്നു. അതിനുശേഷം പറയുന്നത് ഇത് വഖഫിന്റെ മാനേജ്മെന്റിനെ പ്രൊഫഷണലാക്കാൻ, കറകളഞ്ഞതാക്കാൻ, കറപ്ഷൻ ഫ്രീ ആക്കാൻ ഇത് സ്വദേശപരമായി ഉണ്ടാക്കിയ നിയമമാണ് എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് ഇതിനെ ന്യൂനപക്ഷ വിരുദ്ധ നീക്കം, ഭരണഘടനാ വിരുദ്ധ നീക്കം എന്നുള്ള നിലയിലാണ് പാർലമെന്റിലും നേരിട്ടത്. എന്തുകൊണ്ട്? കോൺഗ്രസ് ഇക്കാര്യത്തിൽ വളരെ തുടക്കം മുതലെടുത്തൊരു നിലപാടുണ്ട്. ഈ നിയമത്തിൻ്റെ സങ്കീർണതകൾക്കൊക്കെ പുറത്ത് ഏത് സാധാരണക്കാരനും സുവ്യക്തമായി സുദൃഢമായി മനസ്സിലാകാവുന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ലോക്സഭയിൽ വളരെ തുടക്കത്തിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ? ഞാൻ വർഷത്തിലൊരിക്കൽ ശബരിമലയിൽ പോകുന്ന ആളാണ്, ഞാൻ മാസത്തിലൊരിക്കൽ ഗുരുവായൂരിൽ പോകുന്ന ആളാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഹിന്ദുവല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ദേവസ്വം ബോർഡ് അംഗമാകാൻ കഴിയുന്നത്? അത് വളരെ കൃത്യമായ സാധാരണക്കാരനെ സ്പർശിക്കുന്ന ലോജിക്കാണ്. ഇവിടെ സംഘപരിവാർ പ്രതിനിധി ശങ്കുട്ടി ദാസ് പറഞ്ഞത് ഇത് വിശ്വാസപരമായ പ്രശ്നമല്ല എന്നാ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ദേവസ്വവുമായി ബന്ധപ്പെട്ട ഗുരുവായൂരപ്പ വിശ്വാസികളായ ആളുകളുടെ സ്വത്തുക്കൾ എങ്ങനെയാണോ മാനേജ് ചെയ്യുന്നത്, ആ നീതി, അതേ അവകാശം മുസ്ലിം വിശ്വാസികൾക്ക് കിട്ടണമെന്ന് പറയുന്ന നീതിയുടെ പ്രശ്നമാണിത്. ഇത് നീതിയുടെ മാത്രം പ്രശ്നമാണ്. ഇതൊരു മുസ്ലിം പ്രീണനത്തിന്റെ വിഷയമേ അല്ല. എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചും ഒരു ബഹുസ്വര വിശ്വാസി സമൂഹത്തിൽ വിശ്വാസങ്ങളെല്ലാം മാനിക്കപ്പെടണമെന്ന ഇവിടെ ഷാഫി ചാലിയും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. 5 വർഷം ഒരാൾ ആണോ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എങ്ങനെയാണ് ഗവൺമെന്റിന് വിട്ടുകൊടുക്കുക? ഇവിടെ ബഹുമാന്യനായ ഒരു ക്രിസ്ത്യൻ പുരോഹിതനുണ്ട്, അദ്ദേഹം അംഗീകരിക്കുമോ 5 വർഷം ഒരാൾ ക്രിസ്ത്യാനിയാണോ? ഒരാൾ ആയി കഴിഞ്ഞാൽ ഹീസ് എ ക്രിസ്ത്യൻ ഫോർ ഓൾ. വൺസ് ഒരാൾ ക്രിസ്ത്യൻ ആയിക്കഴിഞ്ഞാൽ, മുസ്ലിം ആയിക്കഴിഞ്ഞാൽ ആ വിശ്വാസം തീരുമാനിക്കാനുള്ള അവകാശം ഇവിടുത്തെ ഗവൺമെന്റിനല്ല, വില്ലേജ് ഓഫീസർക്കല്ല, തഹസിൽദാർക്കല്ല, ഇവിടുത്തെ ജില്ലാ കളക്ടർക്കല്ല. ഈ വിശ്വാസത്തിന് മേലുള്ള അധിനിവേശത്തെ ഇൻവേഷൻ ഓൺ ബിലീഫ് അല്ലെങ്കിൽ വയലേഷൻ ഓഫ് ബിലീഫ്, വിശ്വാസത്തിന് നേരെയുള്ള ആക്രമണം, വിശ്വാസത്തിന് നേരെയുള്ള ഈ പറയുന്ന യുദ്ധ പ്രഖ്യാപനത്തെയാണ് കോൺഗ്രസ് എതിർക്കുന്നത്. ഞാൻ പറയട്ടെ, എനിക്ക് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാൻ അവസരം വേണം. ഇവിടെ വളരെ നിരന്തരം ഇവിടെ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്ന് വരുന്ന കാര്യങ്ങളോട് അത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഞങ്ങൾ തള്ളിക്കളയാണ്. പക്ഷേ ഇവിടെ ക്രിസ്ത്യൻ ജനസാമാന്യങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വലിയ പരിശ്രമം നടക്കുന്നു. മുനമ്പത്തെ കേന്ദ്രീകരിച്ച് മുനമ്പം പ്രശ്നത്തിൽ അവിടുത്തെ സാധാരണക്കാരായ ആളുകളെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞു. സത്യത്തിൽ ഇത് ന്യൂനപക്ഷ അവകാശങ്ങളുടെ ലംഘനമാണെന്ന് വളരെ കൃത്യമാണ്. സംഘപരിവാറിനെ സംബന്ധിച്ച് ഇവിടെ വിവിധ വിശ്വാസികളുടെ ബഹുസ്വരതയുടെ കാര്യത്തിൽ ഈ രാജ്യത്തിന്റെ ദേശീയ പ്രസ്ഥാനം നടക്കുമ്പോഴോ ഭരണഘടന നിർമ്മിക്കുമ്പോഴോ ഒരു പങ്കും അവകാശപ്പെടാനില്ലാത്ത ആളുകളാ. ഈ രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതിൽ ഒന്നും അവകാശപ്പെടാൻ കഴിയാത്ത ആളുകളാ. ഈ രാജ്യത്ത് വിഭജിക്കാനുള്ള വലിയ പരിശ്രമമാണ് സംഘപരിവാർ നടക്കുന്നത്. ഗാന്ധിയുടെ രക്തസാക്ഷിത്വം എന്തിനു വേണ്ടിയായിരുന്നു? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ഒരു ചർച്ചയിൽ എല്ലാം കൂടി ഒതുക്കാൻ പറ്റില്ലല്ലോ. അല്ല ഞാൻ വഖഫുമായി പറയുമ്പോൾ ഗാന്ധിയെ കുറിച്ച് പറയണം അഭിലാഷേ. ഇവിടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ കൈയടക്കുന്നതിനെതിരെയുള്ള രക്തസാക്ഷിത്വമായിരുന്നു ഗാന്ധിയുടെ. ആ ഗാന്ധി വധിക്കപ്പെടാനുള്ള കാരണം ഇതായിരുന്നു. ഇവിടെ കോൺഗ്രസ് എടുക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഗാന്ധിയൻ നിലപാട് തറയിൽ നിന്നാണ്, നെഹ്റുവിയൻ സെക്യുലറിസ്റ്റ് അടിസ്ഥാനത്തിലാണ്. അതൊരു മതപ്രീണനമല്ല. എല്ലാ വിശ്വാസികൾക്കും, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും, വിശ്വാസത്തിന്റെ പേരിലുള്ള അധിനിവേശം അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്ന സാമാന്യ നീതിയുടെ കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അൺകോംപ്രമൈസിംഗ്ലി, അൺഡൗട്ടഡ്ലി ഈ കാര്യത്തിൽ ഇവിടെ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. മുനമ്പത്തിന്റെ കാര്യത്തിലും അവിടുത്തെ സാധാരണക്കാരുടെ കാര്യത്തിലും ഞങ്ങൾക്ക് കൺസേൺ ഉണ്ട്. പക്ഷേ അത് ഈ വഖഫിന്റെ പേരിൽ മുസ്ലിം വിദ്വേഷം പടർത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ ഇരവൽക്കരിച്ചുകൊണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അത് ഞങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും. ശരി, ഫാദർ ജോൺസൺ, ഇതിപ്പോ BJP മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ നിയമത്തിനെ എതിർക്കുന്നത് കോൺഗ്രസ് മാത്രമല്ല. ഇപ്പൊ DMK ആവട്ടെ, സമാജ്വാദി പാർട്ടി ആവട്ടെ, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗമാവട്ടെ, CPM ആവട്ടെ, അവരൊക്കെ എടുക്കുന്ന സമീപനം ഇത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കവരാനുള്ള ഒരു നീക്കമാണ്.
ഇത് ഒരു ന്യൂനപക്ഷത്തെ മാത്രം ലക്ഷ്യം വെച്ചാണെന്ന് കരുതണ്ട. ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളാണെങ്കിൽ അടുത്തത് ക്രിസ്ത്യനാവാം, അതിനുശേഷം സിഖാവാം. അങ്ങനെ ഇത് ന്യൂനപക്ഷ അവകാശങ്ങൾ കവരാനുള്ള നീക്കമാണ് എന്ന പോയിന്റിലാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ KCBCയും പിന്നീട് CBCIയും MP-മാരോട് ആവശ്യപ്പെട്ടത് ഈ നിയമത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാനാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മുഖ്യധാര ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ അപ്പെക്സ് ബോഡികൾ ഇങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്? അഭിലാഷേ, ആദ്യമേ ഞാൻ ഒരു ചെറിയ തിരുത്തു വരുത്താൻ ആഗ്രഹിക്കാൻ. കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ചല്ല ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ എക്ലിസിയ യുണൈറ്റഡ് ഇന്റർനാഷണൽ ഫോറത്തിന്റെ ചെയർമാൻ എന്നുള്ള നിലയിലാണ്. കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ച് പറയാനായിട്ട് എനിക്ക് തോന്നുന്നത് ഫിലിപ്പ് കാവിലച്ചനും മറ്റ് വൈദികരും ഒക്കെ ഉണ്ട്. ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പറയാം. ഒരു പ്രത്യേക വിഭാഗത്തോടുള്ള കൂറോ അല്ലെങ്കിൽ വെറുപ്പോ വെച്ച് പുലർത്തുന്നവരല്ല ക്രൈസ്തവ സമൂഹം. ക്രൈസ്തവരെപ്പോഴും എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. ഇവിടെ നമുക്കൊരു മതേതരത്വ രാഷ്ട്രമാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ മതേതരത്വ രാഷ്ട്രത്തിൽ ജനാധിപത്യം കൂടി ഉള്ളപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടും മറ്റ് ജനാധിപത്യത്തെ ഹിംസിക്കുന്ന വിധത്തിൽ ചില നടപടികൾ ആര് കൈക്കൊണ്ടാലും അത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നവരിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ ഈ വഖഫ് പ്രശ്നത്തിൽ, നിയമ പ്രശ്നത്തിൽ ചില ലൂപ്പ് പോയിന്റുകൾ ഉള്ളതുകൊണ്ടാണല്ലോ മുനമ്പത്തെ ആ പാവപ്പെട്ട ജനത ഇപ്പോഴും പൊരുവയിലെത്തിരുന്ന് ആ സമരം നടത്തേണ്ടി വരുന്നത്. അപ്പോൾ ഇതേപോലുള്ള പ്രശ്നങ്ങൾ രൂപീകരിക്കപ്പെടുവാൻ കാരണക്കാരാരാണെന്നും കൂടി നമ്മളൊന്ന് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്നത് കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഇവിടുത്തെ മുസ്ലിം സമൂഹവും ക്രൈസ്തവ സമൂഹവും ഹൈന്ദവ സഹോദരങ്ങളും വഖഫ് അഡ്മിനിസ്ട്രേഷൻ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നിയമം ഉണ്ടായാൽ, നിയമ ഭേദഗതി ഉണ്ടായാൽ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടും. ഞാൻ പറഞ്ഞു വരികയായിരുന്നു. ക്രൈസ്തവ സഭയുടെ എന്ന് എനിക്കറിയില്ല. കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രി കിരൺ റിജിജു ഈ നിയമം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് രജിസ്റ്റേർഡ് പ്രോപ്പർട്ടീസ് വിൽ നോട്ട് ബി ഇന്റർഫിയർഡ് വിത്ത്. ദിസ് ലോ ഈസ് പ്രോസ്പെക്റ്റീവ് നോട്ട് റെട്രോസ്പെക്റ്റീവ് എന്നാണ്. അപ്പോൾ റെട്രോസ്പെക്റ്റീവ് അല്ല എന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി പറയുമ്പോൾ മുൻകാല പ്രാബല്യമില്ല എന്നാണ്. അപ്പൊ മുൻകാല പ്രാബല്യമില്ല, ഇനി രജിസ്റ്റർ ചെയ്യുന്ന പ്രോപ്പർട്ടികളെ സംബന്ധിച്ചാണ് നിയമം. അപ്പൊ പിന്നെ കത്തോലിക്ക സഭ പറയുന്നത് പോളിസിയിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ട് ഇതിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടല്ല ഇത് നടത്തുന്നത്, ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനാണെങ്കിൽ അങ്ങനെയുള്ള ഉദ്ദേശത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ആ ഉദ്ദേശത്തെ ചോദ്യം ചെയ്ത് അത് എവിടെയാണോ നമ്മൾ അവതരിപ്പിക്കേണ്ടത് അവിടെ ആ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. മുനമ്പത്തെ പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വിഷയമായിട്ട് നിൽക്കുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കാനും വന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ആ പാവപ്പെട്ട ജനതയ്ക്ക് പ്രശ്ന പരിഹാരം വരുത്തി കൊടുക്കാനായിട്ട് 10 മിനിറ്റ് കൊണ്ട് സാധിക്കുമെന്ന് ഇവിടുത്തെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞെങ്കിലും 10 മിനിറ്റ് പോയിട്ട് 10 ദിവസമായിട്ട് 100 ദിവസമായിട്ടോ അത് പരിഹാരം കണ്ടിട്ടില്ല എന്നുള്ളതും കൂടെ നമ്മൾ വിസ്മരിച്ചു പോകരുത്. അപ്പോൾ ആര് ഇതിനു വേണ്ടിയിട്ട് പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുമോ അവരോടൊപ്പം നിൽക്കണം എന്നാണ് KCBCയും അതേപോലെ CBCയും ഒക്കെ പറഞ്ഞതെന്നാണ് ഞാൻ അത് വായിച്ചപ്പോൾ, അവരുടെ നോട്ടുകൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇത് ഒരു പ്രത്യേക മതത്തെ തിരസ്കരിക്കാനോ അല്ലെങ്കിൽ അവരെ തമസ്കരിക്കാനോ അവരെ ഒഴിവാക്കാനോ വേണ്ടിയിട്ടല്ല. ഇവിടുത്തെ ജനാധിപത്യ സമ്പ്രദായത്തിന് മുകളിലല്ല ഒരു മതവും എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മുടെ മതേതരത്വ മൂല്യത്തിൽ എല്ലാവരും തുല്യരുമാണ്. അപ്പോൾ ആ തുല്യതയിൽ ചില വ്യക്തികൾ കഷ്ടപ്പെടുകയും വേറെ ചില വ്യക്തികൾ ഐശ്വര്യം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിനകത്തെ അന്തരമുണ്ടല്ലോ, അത് പലപ്പോഴും പലർക്കും വേദനാജനകമാകുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പം ഇവിടെ ഒരാൾ പറഞ്ഞ സമയത്ത് പറഞ്ഞു 30 വർഷം കൊണ്ട് 9 ലക്ഷം ഏക്കർ വഖഫിൻ്റേതായിട്ട് മാറി എന്നുള്ളത്. എൻ്റെ ഒരു സ്നേഹിതൻ ഹൈക്കോടതിയിൽ, അലഹബാദ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടുള്ള എൻ്റെ ഒരു മുസ്ലിം സ്നേഹിതനുമായിട്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം ഷാഫി ചാലിൽ, ബഹുമാനപ്പെട്ട ഷാഫി ചാലിലിൻ്റെ ഒക്കെ പാർട്ടിയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്.
അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ നോർത്ത് ഇന്ത്യയിലും മറ്റും ഇത്രയും പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടി വഖഫിനുണ്ടെങ്കിൽ പോലും അത് ക്രിയാത്മകമായിട്ടൊന്നും തന്നെ ചെയ്യുന്നില്ല. എനിക്കറിയാമല്ലോ, നമുക്കൊക്കെ അറിയാം, ഇന്നും മുസ്ലിം സമുദായം റിസർവേഷനോടുകൂടിയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. സ്വത്തുണ്ടവർക്ക്, പണമുണ്ടവർക്ക്, കഴിവുകളൊക്കെ ഉണ്ട്. പക്ഷേ അത് ക്രിയാത്മകമായിട്ട് അവർക്ക് പ്രയോജനകരമാക്കി കൊടുക്കുവാനായിട്ട് ഈ വഖഫിൻ്റെ ആളുകൾ ഇടയാക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് പരിശോധിക്കുന്നതും കൂടെ നന്നായിരിക്കും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല, മറിച്ച് സ്വയമേ ഒരു സ്വയപരിശോധന ആവശ്യമാണ്. ഇപ്പം BJP ഇത് കൊണ്ടുവരുന്നത്, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, BJP ഇത് കൊണ്ടുവരുന്നത് ഇവിടുത്തെ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാനല്ല എങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ബില്ലിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? ശരി, ഓക്കെ. എങ്ങനെ പരിഹരിക്കും എന്നുള്ള ചോദ്യം ഞാൻ നിശ്ചയമായിട്ടും ശങ്കുവിനോട് ചോദിക്കാം. അങ്ങ് തുടരുക. ശ്രീ അൻവർ ഷാ പാലോട്, ഇവിടെ ഇപ്പോൾ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഭേദഗതിയല്ല. 95-ലും 2013-ലും ഒക്കെ വഖഫ് നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ നിയമ ഭേദഗതി വളരെ ഘടനാപരമായ ചില മാറ്റങ്ങൾ വഖഫുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. ഒന്ന്, വഖഫ് ആർക്ക് ചെയ്യാം, വഖഫ് എങ്ങനെ ചെയ്യാം, വഖഫ് ബോർഡിൻ്റെയും വഖഫ് കൗൺസിലിൻ്റെയും സ്ട്രക്ചർ എന്താവണം തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഈ വഖഫ് കുറച്ചുകൂടി സെക്യുലർ അഡ്മിനിസ്ട്രേഷനിലേക്ക് മാറ്റാം എന്ന ഒരു തരത്തിലുള്ളൊരു സമീപനം കൂടി ഇതിനകത്ത് കാണാം. എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ കാണുന്നത്? ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണോ? അല്ല, ഇതിൻ്റെ രണ്ട് ആംഗിളിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒന്ന്, ഇത് രാഷ്ട്രീയമായി കാണണം. രണ്ട്, ഇതിനെ ഒരു ഭരണഘടനാപരമായും നിയമപരമായും കാണണം. ഇത് രാഷ്ട്രീയപരമായി നമ്മൾ നോക്കുമ്പോൾ ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു നിയമം വരുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെ അവർക്ക് എതിരായിട്ടുള്ള നിയമങ്ങൾ, ഇപ്പോൾ മുത്തലാഖ് വിഷയം വന്നു, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് വന്നു, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് വേണമെങ്കിൽ നോക്കാം, മറ്റുള്ള മതങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഇപ്പോൾ ഹിന്ദു മാരേജ് ആക്ട് ഉണ്ട്, ഹിന്ദു സക്സഷൻ ആക്ട് ഉണ്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാരേജ് ആക്ട് ഉണ്ട്, അല്ലെങ്കിൽ സിഖ് മതം. അപ്പോൾ ഈ മതങ്ങളിലൊന്നും തൊടാതെ എന്തുകൊണ്ട് ഇന്ത്യയിലെ ഈ മുസ്ലിം വിഭാഗത്തിനുമായി ബന്ധപ്പെടുന്ന നിയമങ്ങളിൽ മാത്രം ഇവർ കൈവെക്കുന്നു എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ ഇതിൻ്റെ രാഷ്ട്രീയം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. ഇനി ഇതിൻ്റെ നിയമപരമായിട്ട്, ഭരണഘടനാപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തന്നെ പറയുന്നത് ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ് എന്നാണ്. ആ സെക്കുലർ സ്റ്റേറ്റിന്റെ നിർവചനം പല വിധികളിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഭരണഘടനാ അസംബ്ലിയിൽ തന്നെ പറയുന്നത് സ്റ്റേറ്റ് ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു മതത്തോട് വിദ്വേഷം പുലർത്താനോ ഏതെങ്കിലും ഒരു മതത്തോട് അനുകൂലമായിട്ട് പ്രവർത്തിക്കാനോ പാടുള്ളതല്ല എന്നാണ്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ഏത് മതത്തിനെതിരെ മാത്രം പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ നോക്കിയാൽ മതി ഈ രാജ്യം സെക്കുലർ ആണോ അല്ലയോ, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ആർട്ടിക്കിൾ 25, 26, 27, 28 ഈ 4 ആർട്ടിക്കിളിലാണ് ഈ രാജ്യം സെക്കുലർ എങ്ങനെയാണ് സ്റ്റേറ്റ് പ്രവർത്തിക്കേണ്ടത്. അതിൽ ആർട്ടിക്കിൾ 25-ൽ മതവിശ്വാസം അനുസരിച്ച് ഏതൊരു പൗരനും ജീവിക്കാനുള്ള അവകാശം ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 26 വരുമ്പോൾ ഏതൊരു മതവിഭാഗത്തിനും അവരുടേതായിട്ടുള്ള പ്രോപ്പർട്ടി, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വിശ്വാസം, അവരുടേതായിട്ടുള്ള റിലീജിയസ് മാനേജ് അഫേഴ്സ് എന്നാണ് പറയുന്നത്, അവരുടെ മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം അവർക്ക് മാത്രമാണ്. അപ്പോൾ അവർക്ക് മാത്രമാണ് എന്ന് പറയുന്ന അഡ്മിനിസ്റ്റർ സച്ച് പ്രോപ്പർട്ടി ഇൻ അക്കോർഡൻസ് വിത്ത് ലോ എന്ന് പറയുന്നത് മൊറാലിറ്റിക്കും അതോടൊപ്പം തന്നെ പബ്ലിക് ഓർഡറിനും അതോടൊപ്പം തന്നെ ഡീസൻസിയുടെ കാര്യത്തിലായിരിക്കണം. അപ്പോൾ ഇവിടെ ആ ലോ ഉണ്ടാക്കുമ്പോൾ ഏകപക്ഷീയമാകരുത് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ മതവിഭാഗം എന്ന് പറയുമ്പോൾ ആ മതവിഭാഗം മാത്രമായിരിക്കണം. ഇവിടെ എന്തുകൊണ്ട് ഇവിടെ പ്രിൻസിപ്പൽ ആക്ട്, ആ പ്രിൻസിപ്പൽ ആക്ടിനെ അമെൻമെന്റ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് എങ്ങനെ മറ്റ് മതവിഭാഗങ്ങൾ കടന്നു വരുന്നു? ഒന്ന്, ഇവിടെ ആശങ്ക വരുന്ന കാര്യങ്ങളാണ്. രണ്ട്, ഇപ്പൊ നോക്കൂ, കേരളം ഒഴിച്ചുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വഖഫുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നടക്കുന്നു. ആ തർക്കം നടക്കുന്ന സമയത്ത് അവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥനാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുക. പക്ഷേ ഇത്രയും നാൾ ഉണ്ടായിരുന്നത് ട്രിബ്യൂണലാണ്. ട്രിബ്യൂണൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു സിവിൽ കോർട്ടിന്റെ പൂർണ്ണമായ അധികാരം കൊടുത്തിരിക്കുന്നതാണ് ഈ ട്രിബ്യൂണൽ. ആ ട്രിബ്യൂണലിൽ നിന്ന് മാറി ഒരു സർക്കാർ, ഇവിടെ ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം, നിങ്ങൾ നാളെ ഉത്തർപ്രദേശിലും ബീഹാറിലും വഖഫുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ സർക്കാരിനോടൊപ്പം നിൽക്കുമോ, അവിടെ ഈ വഖഫുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തർക്കത്തിൽ ആ വിഭാഗത്തോടൊപ്പം നിൽക്കുമോ എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിയമപരമായും ഭരണഘടനാപരമായും ഉണ്ട് എന്ന് മനസ്സിലാകും. ഇനി എങ്ങനെ മുനമ്പം പ്രശ്നം പരിഹരിക്കും എന്നുള്ളതാണ് മലയാളികളെ സംബന്ധിച്ച് കേരള
നിവാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അവിടെ ശ്രീ ഷാഫി ചാലിയം, താങ്കൾ ഈ പുതുക്കിയ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച ഡ്രാഫ്റ്റ് കണ്ടോ? ഒരു പ്രധാനപ്പെട്ട കാര്യം, വഖഫ് ഭേദഗതി ബിൽ 2024 പ്രധാന പരിഷ്കാരങ്ങൾ, ട്രസ്റ്റുകളെ വഖഫിൽ നിന്ന് വേർതിരിക്കൽ. ഏതെങ്കിലും നിയമപ്രകാരം മുസ്ലിങ്ങൾ രൂപീകരിച്ച ട്രസ്റ്റുകൾ ഇനി വഖഫായി കണക്കാക്കില്ല. ഇത് ട്രസ്റ്റുകൾക്ക് മേൽ പൂർണ്ണ നിയന്ത്രണം ഉറപ്പാക്കുന്നു. അപ്പൊ നോക്കൂ, മുനമ്പത്ത് സേട്ട് വഖഫ് ചെയ്ത ഭൂമി ഒരു ട്രസ്റ്റിനാണ്, ഫറൂഖ് കോളേജ് നടത്തുന്ന ട്രസ്റ്റിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രസ്റ്റിനെ വഖഫിൽ നിന്ന് വേർപ്പെടുത്തിയാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. അപ്പോൾ ഈ വഖഫ് നിയമം കൊണ്ട്, വഖഫ് ഭേദഗതി കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ മുനമ്പം പ്രശ്നം പരിഹരിക്കാനുള്ള കീ ഇതിനകത്തുണ്ട്. അല്ല, അത് അഭിലാഷ് തന്നെ ചർച്ചയ്ക്കിടയിൽ ബഹുമാനപ്പെട്ട വൈദികനോട് പറഞ്ഞല്ലോ, മുൻകാല പ്രാബല്യമില്ല ഈ നിയമത്തിന് എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്നല്ല പറയണത്. അങ്ങനെ വരുമ്പോൾ ഇനി ട്രസ്റ്റിലേക്ക് ചെയ്യുന്നതൊന്നും വഖഫായിരിക്കില്ല. നേരത്തെ ഉള്ളതിനെ കുറിച്ച് എന്താണ് അത് അറിയില്ല. ഇപ്പോഴും വഖഫ് ബില്ല് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതവിടെ നിൽക്കട്ടെ. ഇവിടെ BJPയുടെ പ്രതിനിധി ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം വഖഫ് സ്വത്തുക്കൾ ഓരോ ഡിക്കേഡ്സ് വരുമ്പോൾ അത് ഇരട്ടിയോ 10 ഇരട്ടിയോ വർദ്ധിച്ചു വരുന്നു എന്ന് പറഞ്ഞത് കള്ളക്കണക്കാണത്. ആ കണക്കിൻ്റെ അവലംബം എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കണം. സച്ചാർ കമ്മീഷൻ 2006 അതിൻ്റെ ദ പ്രോലോഗ് ഓഫ് കമ്മീഷൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിലവിലുണ്ടായിരുന്ന വഖഫ് സ്വത്തുക്കളുടെ ഏകദേശം 46.5% കയ്യേറ്റം ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ 2006 അന്നത്തെ രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കർ റഹ്മാൻ ഖാൻ്റെ നേതൃത്വത്തിൽ BJP അടക്കമുള്ള കക്ഷികളുടെ എല്ലാ ഓൾ പാർട്ടി ഡെലിഗേഷൻ ഇന്ത്യയിലെ 30 സ്റ്റേറ്റുകളിലും സഞ്ചരിച്ച് ദീർഘ പഠനം നടത്തിയിട്ടാണ് 2013 അമെൻഡ് കൊണ്ടുവന്നത്? വഖഫ് സ്വത്തുക്കൾ വഖഫ് ചെയ്തവരുടെ പിൻഗാമികൾ അടിച്ചു മാറ്റുന്നത് തടയാനാണ്, അല്ലാതെ ഹിന്ദുക്കൾ അടിച്ചു മാറ്റുന്നതോ ക്രിസ്ത്യാനികൾ അടിച്ചു മാറ്റുന്നത് തടയാനല്ല. അടിച്ചു മാറ്റുന്ന ആരാണ്? വഖഫ് സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റുന്നത് വഖഫ് സ്വത്തിൻ്റെ പിന്തുണാവകാശികൾ എന്ന് പറയുന്ന ആളുകൾ വഖഫ് ബോർഡിലെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വഖഫ് ബോർഡ് അടക്കം ഇതിൽ കക്ഷിയെന്നാണ് സച്ചാർ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത്. പിന്നെ ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞല്ലോ ഈ ആക്ട് 40ൻ്റെ ഒരു പ്രാധാന്യം. വഖഫ് ഒരു ഭൂമി വഖഫാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വഖഫായി. തെറ്റാണ് സുഹൃത്ത്, അങ്ങ് ഒരു അഭിഭാഷകൻ കൂടിയല്ലേ. എന്താണ് ഈ ആക്ട് 40 കൊടുക്കുന്ന അധികാരം? എന്താണ്? ഒരൊറ്റ അധികാരമാണ്. അതിൻ്റെ റെക്കോർഡ്സ് ഡോക്യുമെൻ്റ് കോൾ ഫോർ ചെയ്യാനുള്ള ഒരു പവറാണ്, വേറെ ഒന്നുമില്ല. അത്തരം നിയമപരമായ ഒരു പവർ. ഇപ്പം ഞാനോ അഭിലാഷോ അവിടെ ഇരിക്കുന്ന നമ്മുടെ പാനലിസ്റ്റിനോട് നിങ്ങളുടെ ഭൂമി നിങ്ങളുടേതാണെന്ന് തെളിയിക്കുന്ന രേഖയുമായി ഞങ്ങളെ ഓഫീസിൽ വരണം എന്ന് പറഞ്ഞ് ഞാനോ അഭിലാഷോ ഒരു ഉത്തരവാണ് കൊടുത്താൽ നമുക്കതിൻ്റെ രേഖകൾ അവർ കൊണ്ടുവരണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ വഖഫ് ബോർഡ് ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ ഒരു വഖഫ് ഭൂമിക്ക് മേലെ നേരത്തെ വഖഫായിരുന്നു, അത് ഇന്ന ആൾ കയ്യേറിയതാന്ന് പറഞ്ഞ് ഒരു പരാതി കിട്ടിയാൽ ചുമ്മാ അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല. പരാതി കിട്ടിയാൽ വഖഫ് ബോർഡ് എന്ത് ചെയ്യണം? ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം കൊടുത്തു. എന്തിനാണ്? ആ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകളുമായി വരാൻ വേണ്ടി. അതാണ് കൊടുത്ത അധികാരം, വേറെ ഒന്നല്ല. അത് എല്ലാ ട്രിബ്യൂണലുകൾക്കും അതുണ്ട്. പിന്നെ എന്തിനാണ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഒരു ജുഡീഷ്യൽ സ്വഭാവമുള്ള സംവിധാനമാണ്. മാത്രമല്ല ഈ അമെന്റ്മെന്റ്സിൽ ഒരു കാര്യം വായിച്ചോ, വകുപ്പ് 40 മാറ്റപ്പെടുകയാണ്. പക്ഷെ താങ്കൾ ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ഈ ഫോറത്തിൽ തന്നെ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. വയനാട്ടിൽ ഒരു കേസ് വന്നു. അവിടുത്തെ പള്ളിയിലെ ഖത്തീബാണ്. അദ്ദേഹം ഈ മതബിരുദം നേടിയിട്ടുള്ള ആളാണ്. അദ്ദേഹം 98 ഒരു ആളിൽ നിന്ന് ഭൂമി വാങ്ങി, അടിയാധാരം അടക്കം പരിശോധിച്ച് നിയമപരമായി അദ്ദേഹം ഭൂമി വാങ്ങി. ആ ഭൂമി വാങ്ങി അത് പരിപാലിച്ചു വരികയാണ്. ഈ കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ അദ്ദേഹത്തിന് വഖഫ് ബോർഡിൽ നിന്നൊരു നോട്ടീസ് വരികയാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അയാളുടെ രേഖകൾ മുഴുവൻ ഹാജരാക്കിയാൽ പോരെ എന്ന് ചോദിക്കാം. വെറുതെ കാശ് കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ വീട് വെച്ച് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് ഒരു സുപ്രഭാതത്തിലൊരു നോട്ടീസ് കിട്ടുമ്പോൾ ഭൂമി അയാളുടേതാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത അയാളിൽ വന്നു ചേരുന്നു എന്ന് പറയുന്നതിൽ തന്നെ പ്രാഥമികമായ ഒരു അനീതിയില്ലേ? ഞാൻ ചോദിക്കട്ടെ അഭിലാഷ്, അങ്ങനെ പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കേസുണ്ട്. നമ്മുടെ നാട്ടിലെ NDPS കേസ്, അതേമാതിരി കസ്റ്റംസ് ലോ, ഇതൊക്കെ എന്താ? ഇതിൽ പ്രതിയാണ് ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത്. ഒരു കൊലപാതക കേസാണെങ്കിൽ പ്രോസിക്യൂഷനാണ് അത് തെളിയിക്കേണ്ടതെന്നാണ് മനസ്സിലാക്കാം. എന്നാൽ അതേ സമയത്ത് ഇത്തരം കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ താൻ പ്രതിയില്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഉണ്ട്. ഇന്ത്യയിലെ നിയമ സംവിധാനത്തിലുള്ളതാണ്, വഖഫ് ബോർഡിൽ മാത്രമുള്ളതല്ല. ഏതെങ്കിലും ഒറ്റപ്പെട്ട വയനാട്ടിലെ കേസല്ല എടുക്കേണ്ടത്. മാത്രമല്ല ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം.
ഈ ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഈ ഭേദഗതിയിൽ ബഹുമാനപ്പെട്ട മന്ത്രി വായിച്ച അതിൽ പറയുന്നുണ്ട്, ഈ ട്രിബ്യൂണലിൻ്റെ വിധികൾക്ക് മേൽ ഉന്നത കോടതിയിൽ പോകാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് തെറ്റാണ്. സൊമോട്ടോ പോലും ഹൈക്കോടതിക്ക് ട്രിബ്യൂണലിനെതിരെ പിന്നെ എന്ത് ചെയ്യാം, കേസെടുക്കാം. ഇവിടെ തന്നെ നമുക്കറിയാമല്ലോ, അതായത് ഒറിജിനൽ പെറ്റീഷൻ ഓഫ് ബ്രാക്കറ്റിൽ വഖഫ്, അതേപോലെ തന്നെ സിവിൽ റിവിഷൻ പെറ്റീഷൻ CRP, ഇത് പ്രകാരം വഖഫ് ട്രിബ്യൂണലിൻ്റെ മേലെ ഹൈക്കോടതിയിൽ റിട്ട് പോകാം. അങ്ങനെ എത്ര റിട്ട് ഉണ്ടായിട്ടുണ്ട്? ഇന്ത്യ രാജ്യത്തെ മുഴുവൻ വഖഫ് പ്രശ്നം ഒരു ജില്ലാ ജഡ്ജിയുടെ സ്റ്റാറ്റസ് ഉള്ള ഒരു സ്ഥലത്ത് പരിഹരിക്കപ്പെടുന്ന എവിടെയെങ്കിലും ഉണ്ടോ? ശരി, ഇതിൽ ഒരുപാട് അവ്യക്തതയും നിയമവിരുദ്ധതയുള്ളൂ. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിക്കാം. വൈദികൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസന്റേഷൻ, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായ മനുഷ്യത്വമുള്ള ഇൻറ്റൻഷനെ ഞാൻ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാനൊരു കാര്യം പറയാണ്. അച്ചോ, ഇത് തുടങ്ങുന്നത് ഇവിടുന്ന് ഒന്നുമില്ല. ഞാൻ ഒരൊറ്റ കാര്യം അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ, പിന്നെ ഇതാ, അതായത് 2023 മാർച്ച് 30 മംഗലാപുരത്ത് വെച്ച് സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സംഘടന എന്ന് പറഞ്ഞാൽ, ഒന്ന് വിശ്വ ഹിന്ദു പരിഷത്തും, ഒന്ന് ബജറംഗ് ദളും, മറ്റൊന്നിൻ്റെ പേര് ഹിന്ദു ജാഗ്രൻ വേദിയ എന്നാണ്. 2023 മാർച്ച് 30 അതിൻ്റെ പ്രസിഡന്റായ പ്രസാദിൻ്റെ നേതൃത്വത്തിൽ മംഗലാപുരത്ത് നടത്തിയ റാലിയും അവിടെ ഈ പ്രസാദ് എന്ന ആൾ നടത്തിയ ഏറ്റവും വലിയ ഹേറ്റ് സ്പീച്ച് ഉണ്ട്. ആ സ്പീച്ചിൽ പറഞ്ഞത് ഇതാണ്: 1927 ചർച്ച് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ 323 വലിയ സൈറ്റുകൾ ഈ രാജ്യത്ത് ക്രിസ്ത്യാനികളുടെ കയ്യിലുണ്ട്. അത് മുഴുവൻ ഹിന്ദുക്കളുടെ പ്രോപ്പർട്ടിയാണ്. അത് തിരിച്ചും കിട്ടും വരെ ഞങ്ങൾ സമരം ചെയ്തു പറഞ്ഞ് വമ്പിച്ച ഹേറ്റ് സ്പീച്ച് നടത്തി. ബ്രിട്ടീഷുകാരൻ്റെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയതാണ്. എന്നിട്ടോ മംഗലാപുരം ആർച്ച് ബിഷപ്പ് ഈ ഹേറ്റ് സ്പീച്ചിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് കർണാടക മാത്രമല്ല, ഇത് മറാഠയിലേക്കും തെലങ്കാനയിലും ആന്ധ്രയിലേക്കും പോയി. ഇവിടെ ഒരു വഖഫ് ബോർഡിൽ തീരൂലച്ചോ. ഇത് പോകാൻ പോകുന്നത് എവിടേക്കാണോ? ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ മുഴുവനുമാണ്. വിചാരധാരയിലെ ഒന്നാമത്തത് മുസ്ലിം ആണെങ്കിൽ രണ്ടാമത്തത് ക്രിസ്ത്യാനിയാണ്. ഇവിടെ ക്രിസ്ത്യൻ മുസ്ലിം വിഭജനമുണ്ടാക്കി നേട്ടം കൊയ്യാനുള്ള ശ്രമമാണ്. മുനമ്പത്തത് മനുഷ്യരുടെ പ്രശ്നമാണ്. ഏതറ്റവും മുനമ്പ പ്രശ്നം പരിഹരിക്കാൻ ഒറ്റ മിനിറ്റ് തീർക്കാൻ തയ്യാറാണ്. സർക്കാരിന് വേണമെങ്കിൽ മുനമ്പം വിഷയം വഖഫ് ലാൻഡ് ആണെങ്കിലും വഖഫ് ലാൻഡ് പിന്നെ എന്താണ് അക്വസിഷൻ ചെയ്യാനുള്ള അധികാരം സർക്കാരിനില്ലേ വികസനത്തിന്റെ പേരിൽ? എന്തായാലും അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് 10 മിനിറ്റ് കൊണ്ട് തീർത്തു തരാൻ പറഞ്ഞത്. ഒരു ഗവൺമെന്റിന് പരിഹരിക്കാൻ പലത് കാണും. ഗവൺമെന്റ് ഇത് പരിഹരിക്കുന്ന താല്പര്യമില്ല. ഈ വിഷയത്തിൽ മുസ്ലിമും ക്രിസ്ത്യാനിയും തമ്മിൽ ഏറ്റുമുട്ടി UDF വരാതിരിക്കാനുള്ള സാധ്യത സൃഷ്ടിക്കലാണ്. മുനമ്പത്തെ വിഷയം UDF വന്നാൽ പരിഹരിക്കും. അത് മനുഷ്യരുടെ വിഷയമാണ്. ഞാൻ ഇനിയിപ്പോ മുനമ്പത്തേക്ക് തന്നെ വന്നാൽ ശ്രീ ശങ്കുട്ടിദാസ്, ഇപ്പൊ മുനമ്പം വിഷയം മുൻനിർത്തിയാണ് കത്തോലിക്ക സഭ, അതിപ്പോ KCBC ആയാലും അവരുടെ ഓൾ ഇന്ത്യ ബോഡിയായ CBCI ആയാലും മറ്റ് സഭാ ഘടകങ്ങളായാലും ഈ നിയമം വരട്ടെ എന്ന് പറയുന്നത്. അപ്പൊ അവരോട് പറയുന്നത് ട്രസ്റ്റുകളെ ഒഴിവാക്കുന്നത് കൊണ്ട് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളതാണ്. അതൊരു ട്രസ്റ്റിന് കൊടുത്ത ഭൂമിയാണല്ലോ. ട്രസ്റ്റുകളെ വഖഫ് എന്ന നിർവചനത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ ആ പ്രശ്നം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം നോക്കൂ. ഇന്ന് ന്യൂനപക്ഷകാര്യ മന്ത്രി തന്നെ സഭയിൽ പറയുന്നു, രജിസ്ട്രേഡ് പ്രോപ്പർട്ടീസ് വിൽ നോട്ട് ബി ഇന്റർഫിയർഡ് വിത്ത് എന്ന്. അപ്പോ വഖഫായി രജിസ്റ്റർ ചെയ്ത നിലവിലെ പ്രോപ്പർട്ടികൾ ഇന്റർഫിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. വഖഫായി രജിസ്റ്റർ ചെയ്ത് വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭൂമിയാണ് മുനമ്പത്തെ ഭൂമി. അപ്പോൾ വഖഫായി രജിസ്റ്റർ ചെയ്ത ഭൂമിയിൽ ഇന്റർഫിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെ പ്രശ്നം പരിഹരിക്കുക? അല്ലെങ്കിൽ എന്ത് പ്രശ്നം പരിഹരിക്കും എന്നാണ് പറയുന്നത്? ഇതിനൊരു തത്വമുണ്ട്, ജനറാലിയ സ്പെഷ്യലിസ്റ്റ് നോൺ ഡെറിഗാറ്റ്. അതായത് സ്പെഷ്യൽ തിങ്സ് ഡസന്റ് ഡിവോൾവ് ഫ്രം ജനറൽ തിങ്സ് എന്ന് പറയും. പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നല്ല പ്രത്യേകമായിട്ടുള്ള തത്വങ്ങൾ രൂപീകരിക്കുന്നത്. അങ്ങ് മുനമ്പത്തെ സംബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ട് മറ്റേ ന്യൂനപക്ഷ മന്ത്രിയുടെ പ്രസ്താവനയെ എടുത്ത് ഉപയോഗിച്ചു. പക്ഷെ അങ്ങ് മറന്നുപോയിട്ടുള്ളൊരു കാര്യം, ഇത് മുനമ്പത്തെ പറ്റി തന്നെ മന്ത്രി ഇന്ന് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷകാര്യ മന്ത്രിയായിട്ടുള്ള കിരൺ റിജിജു എന്ന് പറഞ്ഞു, മുനമ്പത്തെ 610 കുടുംബങ്ങളുടെ ഭൂമി വഖഫ് ബോർഡ് കയ്യേറിയിരിക്കുകയാണ്. അവർക്ക് അർഹതപ്പെട്ടിട്ടുള്ള ഭൂമി കയ്യേറിയിരിക്കുകയാണ്. അവർക്ക് ഭൂമി മടക്കി കിട്ടാനുള്ള ഒരേ ഒരു വഴി ഈ വഖഫ് നിയമം പാസ്സാവുക, ഭേദഗതി നിയമം പാസ്സാവുക എന്നുള്ളതാണ്. വഖഫ് ഭേദഗതി നിയമം പാസ്സാവുന്നതിലൂടെ അവർക്ക് അർഹതപ്പെട്ട ഭൂമി മടക്കി കിട്ടും. മുനമ്പത്തെ പറ്റി തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ട്, വളരെ സ്പെസിഫിക് ആയിട്ട്, വളരെ കൃത്യമായിട്ട്. അല്ല, അതുകൊണ്ടാണ് എനിക്ക് അറിയേണ്ടത് ഈ നിയമം പാസ്സായാൽ എങ്ങനെയാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുക. അതാണ് എനിക്ക് അറിയേണ്ടത്.
ഒരു നിയമം പാസ്സായി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അടുത്ത നടപടി? ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾ രൂപീകരിക്കണം, റൂൾസ് ഫോർമുലേറ്റ് ചെയ്യണം. ആ റൂൾസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ നിയമത്തിന്റെ എഫക്ട് എങ്ങനെയാണ്, റെട്രോസ്പെക്റ്റീവ് എഫക്ട് ആണോ പ്രോസ്പെക്റ്റീവ് എഫക്ട് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഈ നിയമത്തിൽ റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഉണ്ടെങ്കിൽ മുനമ്പത്ത് ഉൾപ്പെടെയുള്ള ധാരാളം ഭൂമി, മുനമ്പം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമാണ്. രാജ്യത്തെ അനവധി ഭൂമികളുടെ പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമാണ് മുനമ്പം. നമുക്ക് ഇപ്പോൾ നമ്മളൊരു നിലപാട് രൂപീകരിക്കുന്നത് മുനമ്പത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ടല്ല. തമിഴ്നാട്ടിലെ തിരുച്ചെന്തുറൈ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. 2200 ആളുകൾ താമസിക്കുന്ന 360 ഏക്കർ വ്യാപ്തിയുള്ള ഒരു ഗ്രാമമാണ്. ആ ഗ്രാമം മുഴുവൻ വഖഫാണെന്നാണ് തമിഴ്നാട് വഖഫ് ബോർഡ് പറയുന്നത്. എത്രയോ തലമുറകളായി മുസ്ലിങ്ങളായിട്ടുള്ള ഒരൊറ്റ ഇൻഹബിറ്റന്റ് പോലും ഇല്ലാത്ത, ഒരു മുസ്ലിം പോലും താമസിക്കാത്ത ഒരു 100% ഹിന്ദു വില്ലേജ് മുഴുവൻ വഖഫാണെന്ന് വഖഫ് ബോർഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ട്രിച്ചിയിൽ, തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന ജില്ലയിലുള്ള 18 ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ട് വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2022 ശശാങ്കു, അത് വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നിയമം കൊണ്ട് പരിഹരിക്കാം. തെറ്റാണ്. അത് അതിന്റെ എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടില്ലല്ലോ. കള്ളക്കഥയാണ്. മുനമ്പത്തെ ഭൂമി വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെട്ടതാണ്. കൃത്യമായി ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലേഖനം വന്നിട്ടുണ്ട്. സ്റ്റാലിൻ അത് പരിഹരിച്ചു കഴിഞ്ഞു. തമിഴ്നാട്ടിലെ ആ തിരുച്ചെന്തൂരിലെ വഖഫ് പ്രശ്നം തമിഴ്നാട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം കൂടി പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ശരി, അതാ മനസ്സിലാക്കേണ്ടത്. സംസാരിക്കുന്നത് ഞാൻ ഇടപെട്ടിട്ടില്ല. ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്ത എന്റെ കയ്യിലുണ്ട്. മര്യാദ, നിങ്ങൾക്ക് മര്യാദ ഇല്ല, അത് ശരിയല്ല. ഞാൻ എന്റെ ഊഴത്തിൽ ഞാനത് മുഴുവൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഷാഫി ചാലിയും പറഞ്ഞ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ പാലോട് ഷാ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കും മറുപടി പറയാനുണ്ട്. ഒന്ന്, ശ്രീ ഷാഫി ചാലിം ഈ നിയമത്തെ പറ്റി തന്നെ 100% തെറ്റായിട്ടുള്ള പ്രസ്താവനയോട് നടത്തി. സെക്ഷൻ 40 പ്രകാരം ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിന് ഇല്ല. അതിന്റെ രേഖകൾ വിളിച്ചു വരുത്താൻ മാത്രമേ സാധിക്കുള്ളൂ എന്നാ പറഞ്ഞത്. നിയമം നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന എങ്ങനെയാണ് ഇങ്ങനെ നുണ പറയാൻ സാധിക്കുന്നത് ഞാൻ സംശയിക്കുകയാണ്. സെക്ഷൻ 40 എന്താ പറയുന്നത്? ഇൻ കേസ് ഓഫ് എ ക്വസ്റ്റ്യൻ വെദർ എ പ്രോപ്പർട്ടി ഈസ് വഖഫ് ഓർ നോട്ട്, ദ വഖഫ് ബോർഡ് may, after conducting proper inspection and investigation that it may deem fit, may declare the property is വഖഫ് for നോട്ട്. ഒരു ഭൂമി വഖഫാണോ അല്ലയോ തീരുമാനിക്കാൻ വഖഫ് ബോർഡിന്റെ അധികാരം. അതിന്റെ അടുത്ത ക്ലോസ് എന്താ പറയുന്നത്? ദ ഓർഡർ ഓഫ് ദ വഖഫ് ബോർഡ് ഷാൾ റിമെയിൻ ഫൈനൽ അൺലെസ് റിവോക്ഡ് ഓർ മോഡിഫൈഡ് ബൈ എ വഖഫ് ട്രൈബ്യൂണൽ എന്നാ പറഞ്ഞത്. അങ്ങനെ വഖഫ് ബോർഡ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു വഖഫ് ട്രൈബ്യൂണൽ അത് മോഡിഫൈ ചെയ്യുകയോ അമൻഡ് ചെയ്യുകയോ ചെയ്യാത്ത പക്ഷം ആ തീരുമാനം അന്തിമമായിരിക്കും. അപ്പൊ വഖഫ് ബോർഡിന്റെ തീരുമാനത്തിന് മേലെ പിന്നെ മോഡിഫിക്കേഷനോ അമൻമെന്റോ വരുത്താൻ ആർക്കൊക്കെ അധികാരമുള്ളൂ? വഖഫ് ട്രൈബ്യൂണലിന് മാത്രമേ അധികാരമുള്ളൂ. സിവിൽ കോടതികൾക്ക് പോലും അധികാരമില്ല. സെക്ഷൻ 85 എന്ന് പറയുന്നത് ബാർ ഓഫ് ജുറിസ്ഡിക്ഷൻ ഓഫ് സിവിൽ കോർട്സ് ആണ്. സിവിൽ കോടതികൾ അതിന്റെ എനിക്ക് അവസരം എന്താ ഞാൻ പറയാം. തെറ്റാണ് അങ്ങ് പറയുന്നത്. നിങ്ങൾക്ക് അവസരം രണ്ട് കാര്യങ്ങൾ. അല്ല, എനിക്ക് ഇനി അവസരം ഇല്ല. അല്ല, എനിക്ക് അവസരം ഇല്ല, അതുകൊണ്ടാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. നിങ്ങൾ എന്ത് അസഹിഷ്ണുതയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനൊന്ന് മുഴുവൻ പറയാൻ നിങ്ങൾ അനുവദിക്കും. ഇല്ല സുഹൃത്തെ, എനിക്ക് അവസരം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കളവ് പറയുമ്പോൾ ഇടപെടുന്നത്. നിങ്ങൾക്ക് അവസരം തരണോ വേണ്ടതെന്നുള്ള അവതാരകന്റെ ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് സംസാരിക്കാൻ അർഹതയുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ അദ്ദേഹം നിങ്ങൾക്ക് അവസരം തരും. അതല്ലാതെ മറ്റൊരാൾ സംസാരിക്കുന്നതിന് ഇടയിൽ കയറി ഇടപെടുന്നതിന് എന്ത് ന്യായമുള്ളത്, എന്ത് മര്യാദയുള്ളത്? നിങ്ങൾ വഖഫ് ബോർഡുകളുടെ സ്വഭാവം കാണിക്കരുത്. ബാക്കിയുള്ള ആളുകൾക്ക് അവനവന്റെ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ലേ? ഇതൊരു ജനാധിപത്യ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സഭയും കൂടി അതിക്രമിച്ചെടുക്കരുത്. ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം, നിങ്ങൾ ഈ ചർച്ചയിൽ വളരെ ബോധപൂർവ്വം ഒരു വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുനമ്പം പോലെ, തിരുച്ചെന്തുരൈ പോലെ, അല്ലെങ്കിൽ മധ്യപ്രദേശിലെ പോലെ ധാരാളം ആളുകളുടെ എത്രയോ കാലമായിട്ട് പൈതൃക സ്വത്തായിട്ടും തലമുറകളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന ഭൂമി ഒരു സുപ്രഭാതത്തിൽ വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കാനുള്ള വഖഫ് ബോർഡിന്റെ അനിയന്ത്രിതവും അന്യായവുമായിട്ടുള്ള അധികാരത്തെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മനുഷ്യർക്ക് അവരുടെ സ്വന്തം ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വഖഫ് നിയമം ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ മറ്റു മതസ്ഥരെ നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിക്കുമ്പോൾ പറഞ്ഞ എന്താ വെച്ചാൽ, KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങളുടെ ആശങ്ക എന്താന്ന് പറഞ്ഞു, നാളെ ശബരിമല പോലെ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രം പോലെയുള്ള ദേവസ്വത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിക്കുള്ളിൽ നിങ്ങൾ മുസ്ലിങ്ങളെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. തീർത്തും തെറ്റായിട്ടുള്ള താരതമ്യമാണ്. അതായത് ദേവസ്വം ബോർഡോ വഖഫ് ബോർഡോ തമ്മിൽ പരസ്പരം താരതമ്യം ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങളല്ല. രണ്ടെണ്ണത്തിന്റെ പർപ്പസ്, രണ്ടെണ്ണത്തിന്റെ സ്ട്രക്ചർ, രണ്ടെണ്ണത്തിന്റെ പ്രാക്ടീസ്, ഇത് മൂന്നും വ്യത്യസ്തമാണ്. അതിന്റെ സങ്കല്പം എന്താണ്, അതിന്റെ ഘടന എന്താണ്, അതിന്റെ പ്രയോഗം എന്താണ്, രണ്ടും മൂന്നും വ്യത്യസ്തമാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭ പാസ്സാക്കേണ്ട ഒരു സംസ്ഥാന നിയമമാണ്. വഖഫ് നിയമം എന്ന് പറയുന്നത് കേന്ദ്ര പാർലമെന്റ് പാസ്സാക്കേണ്ട ഒരു കേന്ദ്ര നിയമമാണ്. രണ്ട്, ദേവസ്വം ബോർഡിന്റെ മാൻഡേറ്റ് എന്താണ്? ഒരു ക്ഷേത്രത്തിന്റെ ഭരണ നിയന്ത്രണാധികാരമാണ്. വിശ്വാസപരമായി നിൽക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്ന സംവിധാനത്തിന്റെ നിത്യനിദാന
അനുഷ്ഠാനവും പൂജയും മേൽശാന്തിയുടെ നിയമനവും ഉൾപ്പെടെയുള്ള നിത്യനിദാനമായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളാണ്. വഖഫ് ബോർഡിന്റെ മാൻഡേറ്റ് എന്താണ്? ഏതെങ്കിലും മതപരമോ വിശ്വാസപരമോ ആയിട്ടുള്ള കാര്യമല്ല, ഒരിക്കൽ വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രോപ്പർട്ടിയുടെ മാനേജ്മെന്റ് മാത്രമാണ്. ലോകത്തിന്റെ ഒരു ഭാഗത്തും വഖഫ് നിയമങ്ങൾ മതപരമായിട്ടുള്ള നിയമങ്ങളല്ല. സൗദിയിലോ ഖത്തറിലോ തുർക്കിയിലോ പോലും അത് റിലീജിയോ അഗ്നോസ്റ്റിക് നിയമങ്ങളുടെയോ ഫൗണ്ടേഷൻ നിയമങ്ങളുടെയോ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. 3, വഖഫ് ബോർഡിനുള്ളതുപോലെ ഏതെങ്കിലും ഒരു ഭൂമി ദേവസ്വം ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരം ദേവസ്വം ബോർഡിനില്ല. ദേവസ്വത്തിന്റെ ഭൂമി തന്നെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ട് കിടക്കുന്ന കേസുകളിൽ ദേവസ്വം ബോർഡിന് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഒരു സാധാരണ പൗരൻ ചെയ്യുന്നത് പോലെ സിവിൽ കോടതിയിൽ പോയി കേസ് നടത്തിയിട്ട് ഇത് ദേവസ്വം ഭൂമിയാണെന്ന് സ്ഥാപിച്ച് കോടതിയിൽ നിന്ന് വിധി പറയിപ്പിക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് വഖഫ് ബോർഡിന് സെക്ഷൻ 40 കൊടുക്കുന്ന അധികാരം പോലെ ഒരു ഭൂമി ദേവസ്വം ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിധി പറയാൻ, ആ ഭൂമി ദേവസ്വം ഭൂമിയായി നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരം ദേവസ്വം ബോർഡിനില്ല. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള അധികാരവും ഘടനയുള്ള രണ്ട് സംവിധാനങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുന്ന എന്താ അടിസ്ഥാനമുള്ളത്? വഖഫ് ബോർഡിന് വേണമെന്ന് പറയുന്ന അതേ അവകാശം ദേവസ്വം ബോർഡിന് കൊടുക്കാൻ അവർ തയ്യാറാണോ? ഏതെങ്കിലും ഒരു ഭൂമി ദേവസ്വം ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള സമ്പൂർണ്ണമായിട്ടുള്ള അധികാരം നാളെ മുതൽ ദേവസ്വം ബോർഡുകൾക്ക് ഉണ്ടാവും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയാണ് കോട്ടയത്തോ അല്ലെങ്കിൽ മലപ്പുറത്തോ കിടക്കുന്ന കുറെ ഏക്കർ പ്രദേശം ദേവസ്വം ഭൂമിയാണ്, അത് ദേവസ്വം ഭൂമിയാണെന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ സാധിക്കുമോ? അപ്പൊ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള പ്രതലങ്ങളിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഇതൊരു മതവിഭാഗത്തിന്റെ നേരെയുള്ള കടന്നുകയറ്റാന്ന് പറഞ്ഞു. ഒരു കണക്ക് നിങ്ങൾ നോക്കൂ, 47,000 കേസുകളാണ് വഖഫ് ട്രിബ്യൂണലിന്റെ മുന്നിൽ പെൻഡിംഗ് ആയി നിൽക്കുന്നത്. ഈ 47,000 കേസുകളിൽ 9,000 കേസുകൾ മാത്രമാണ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഫയൽ ചെയ്തിട്ടുള്ളത്. 38,000 കേസുകൾ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ ഫയൽ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന കണക്കാ പറയുന്നത്. നമ്മുടെ രാജ്യത്തെ വഖഫ് ട്രൈബ്യൂണലിന്റെ മുന്നിൽ നിൽക്കുന്ന 47,000 കേസുകളിൽ 38,000 കേസും ഫയൽ ചെയ്തിട്ടുള്ള നോൺ മുസ്ലിംസ് ആണ്. അതായത് വഖഫ് ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്ന മുസ്ലിങ്ങളുടെ മാത്രം വസ്തുവിന്റെ കാര്യമല്ല, രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും വസ്തുവിന്റെ കാര്യമാണ്. അത് തീരുമാനിക്കാനുള്ള ശേഷിയുള്ള അപ്പീല് പോലും ഇല്ലാത്തൊരു സംവിധാനം ഒരു 100% മുസ്ലിം ട്രൈബ്യൂണലാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാ വാദിക്കാൻ സാധിക്കുന്നത്? അത് 100% ഒരു മതത്തിന്റെ മാത്രം സംവിധാനത്തിലൂടെ നിശ്ചയിക്കപ്പെടണം. അത് എല്ലാ വിഭാഗത്തിന്റെയും ഭൂമിയുടെ കാര്യം കൈകാര്യം ചെയ്യുന്ന സംവിധാനം ആയതുകൊണ്ട് അതിന് റെപ്രസെന്റേഷൻ വേണം. എല്ലാ വിഭാഗത്തിന്റെയും താല്പര്യം റെപ്രസെന്റ് ചെയ്യപ്പെടണം എന്ന് പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? സെക്യുലർ ആണെന്ന് പറയുന്ന ആൾക്കാർ അതുകൊണ്ടാണ് അത് സെക്യുലറായി അല്ലെങ്കിൽ മറ്റ് മതസ്ഥരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. പറയൂ ശ്രീ വി ആർ അനൂപ് മറുപടി. അഭിലാഷ് ഒരൊറ്റ മിനിറ്റ് ഇരിക്കണം. ഒരു മിനിറ്റ് ഇരിക്കണം. അദ്ദേഹത്തിന്റെ അനുവാദത്തോടുകൂടി ഒരു മിനിറ്റ് ശ്രീ ഷാഫി ചാലയത്തിന് കൊടുക്കുമോ? അദ്ദേഹത്തിന് ഒരു ക്ലാരിഫൈ ചെയ്യാനുണ്ട്. പറഞ്ഞോളൂ. അതെ, ഈ പിന്നെ ആക്ട്, ഈ പിന്നെ ആ 14 എന്ന ആക്ട് ഉണ്ടല്ലോ, വഖഫ് ആക്ട്. ആ വഖഫ് ആക്ട് 2013 ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയാണ് പാർലമെന്റിൽ കൊണ്ടുവരുന്നത്. അതിൽ 2 BJP അംഗങ്ങളുണ്ട്. ആ സെക്ഷൻ 40 ഇങ്ങനെ ഒരു ഇമ്മൻസ് അധികാരം വഖഫ് ബോർഡിന് കൊടുക്കുന്നത് ഈ പാർലമെന്ററി കമ്മിറ്റിയാണ്, അവരെ ശുപാർശയാണ്. അവിടെ BJPക്ക് 2 അംഗങ്ങളുണ്ട്, അവരെ എതിർത്തിട്ടുണ്ടോ? എന്താ അതിനെ കുറിച്ച് ഒന്നും പറയാത്തത്? പിന്നെ ഈ സെക്ഷൻ 40 നിങ്ങൾ ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്യണം. കാരണം വെറുതെ ചുമ്മാ വഖഫ് ബോർഡ് പോയിട്ട് ഒരു കുന്നണ്ടിട്ട് ഇത് വഖഫാണെന്ന് അവകാശം വഖഫിന് തോന്നണം. ഡോക്യുമെന്റ് ബോധ്യമാവുന്ന പക്ഷം വഖഫ് ബോർഡിന് ട്രൈബ്യൂണലിൽ ക്ലെയിം ശരിക്കായുള്ളൂ. അതാണ്. അങ്ങനെയാണോ മുനമ്പത്തിന്റെ കാര്യത്തിൽ ചെയ്തത്? വഖഫ് ബോർഡ് നോട്ടിഫിക്കേഷൻ ശരി, ഓക്കെ, പറയൂ ഷാനു, പറയൂ. എന്റെ സമയമാണ്. ഇവിടെ ശങ്കുട്ടി ദാസ് സുദീർഘമായി പറഞ്ഞു, അതുകൊണ്ട് തന്നെ എനിക്ക് സമയം വേണം. അദ്ദേഹം പറഞ്ഞത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശ്വാസപരമാണെന്നും വഖഫ് എന്ന് പറയുന്നത് വിശ്വാസപരമല്ല എന്നാണ് അദ്ദേഹം സ്ഥാപിച്ചത്. വഖഫ് എന്ന് പറയുന്നത് തന്നെ എന്താ? ഒരു വിശ്വാസി തൻ്റെ നിയന്താവിന്, സൃഷ്ടാവിന്, അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഭൂമിയാണ്, ഏതെങ്കിലും സ്ഥാപനത്തിനല്ല. ഇസ്ലാമിക ദൈവശാസ്ത്ര പ്രകാരം അതിന് നിയ്യത്തുണ്ട്, ഉദ്ദേശമുണ്ട്. അത് പള്ളി പണിയുന്നതിനാകാം, ചിലപ്പോൾ ഈ പറയുന്ന ആശുപത്രിക്കാവാം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാവാം. അതിൻ്റെ നടത്തിപ്പ് അവകാശം ആർക്ക് എന്നാണ് ചോദ്യം. ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന ഈ പറയുന്ന സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് അവകാശം പോലെ ഒരു വിശ്വാസി അള്ളാഹുവിന്, അവൻ്റെ സൃഷ്ടാവിന് സമർപ്പിക്കുന്നതിൻ്റെ നടത്തിപ്പ് അവകാശം സ്വാഭാവികമായും മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന ഒരു ബോഡിക്കല്ലേ വേണ്ടത് എന്ന് പറയുന്ന സാധാരണക്കാരന് മനസ്സിലാകുന്ന ഒരു ചോദ്യമാണ് KC വേണുഗോപാൽ ഉന്നയിച്ചത്. അതിൽ നീതിയുടെ ഒരു പ്രശ്നമുണ്ട്, സാധാരണക്കാരന് മനസ്സിലാവേണ്ടതാണ്.
ദേവസ്വം ബോർഡിൽ എങ്ങനെയാണ് വിശ്വാസികളായ ഹിന്ദുക്കൾ അംഗങ്ങളായിരിക്കുന്നത്, അതേ അർത്ഥത്തിൽ നീതി എന്ന് പറയുന്നത് വഖഫ് ബോർഡിനകത്ത് മുസ്ലിമായ വിശ്വാസിയായ ആൾ ഉൾപ്പെടണം എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ലോജിക്കാണ്. അത് വളരെ സ്പഷ്ടമായി വളരെ തുടക്കത്തിലെ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി പ്രസ്താവിച്ചു. അത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇനി ഇവിടെ സംഘപരിവാർ പ്രതിനിധിക്ക് ഇതിൽ കൂടുതൽ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ വൈദികൻ, അദ്ദേഹത്തിന്റെ ലോഹയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തിന്റെ ആശങ്കകൾ മനസ്സിലാക്കപ്പെടേണ്ടതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തോട് ആവർത്തിച്ചു പറയാനുള്ളൊരു കാര്യം, ഇവിടെ ഇതിലെ ഏറ്റവും അപകടകരമായ ക്ലോസ് എന്താ? ഒരു മുസ്ലിമാണോ എന്ന് 5 വർഷത്തേക്ക് ഭരണകൂടം പരിശോധിക്കും. അച്ചോ, ഒരു ക്രിസ്ത്യാനി ക്രിസ്ത്യാനി ആയതിനു ശേഷം 5 വർഷത്തേക്ക് ക്രിസ്ത്യാനിയാണോ എന്ന് പരിശോധിക്കുന്ന ഒരു നിബന്ധന അങ്ങേക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഇവിടെ അതിനെതിരായി, മതപരിവർത്തനത്തിനെതിരായി പല നിയമങ്ങളും കടന്നു വരികയാണ്. ജില്ലാ കളക്ടർമാർക്ക് അധികാരം കൊടുക്കുകയാണ്. മതപരിവർത്തനം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ്. ഭരണഘടന നിർമ്മിച്ച അംബേദ്കർ തന്നെ ബുദ്ധമതം സ്വീകരിച്ചൊരു നാടാ. ബോധികയും ബുദ്ധമത സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് വിശ്വാസത്തിന് നേരെയുള്ള കടന്നുകയറ്റവും വിശ്വാസത്തിന് നേരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. മുനമ്പം വിഷയം പരിഹരിക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശരിയാ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഉദ്ദേശശുദ്ധി ഔട്ട് ഓഫ് ദ കോർട്ട് തന്നെ അത് പരിഹരിക്കണം. കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മാതൃകാപരമായി അതിനകത്ത് ഇടപെടുകയും ബിഷപ്പുമാരെ പോയി സന്ദർശിക്കുകയും അവരെ സ്വീകരിക്കുകയും ചെയ്തു. ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ മനസ്സിലാക്കേണ്ടത് മുനമ്പ പ്രശ്നം അതുകൊണ്ട് പരിഹരിക്കപ്പെടില്ല എന്നതാണ്. ഇത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ തന്ത്രത്തിന്റെ ഹിന്ദുത്വ എഡിഷനാണ്. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിച്ച് കാര്യം നേടുകയാണ്. ഒരു കാര്യം മാത്രം ഞാൻ പറയുകയാണ്. സോണിയാഗാന്ധി UPA ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ ഇവിടെ ഓർഗനൈസറിൽ വന്നൊരു ലേഖനമുണ്ട്. RSS പറഞ്ഞൊരു കാര്യമുണ്ട്, രാമരാജ്യമോ റോമാ രാജ്യമോ. ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധി ഇന്ത്യയെ ക്രിസ്തുമതവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. YS രാജശേഖര റെഡ്ഡിയെ പോലുള്ള ആളുകൾ, വിശ്വാസിയല്ലാത്ത AK ആന്റണി, ഇവരൊക്കെ കൂടി ഇന്ത്യയെ ക്രിസ്തുമത രാജ്യമാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ ആളുകളാണ് അച്ചോ ഇപ്പോൾ ക്രിസ്ത്യൻ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ സംസാരിക്കുന്നു എന്ന് പറയുന്നത്. ചരിത്രമുണ്ട്, രേഖയുണ്ട്, നിങ്ങൾ പരിശോധിക്കണം. രാമരാജ്യമോ റോമാ രാജ്യമോ എന്ന് പറഞ്ഞ് ക്രിസ്തു മതത്തെ ടാർഗറ്റ് ചെയ്ത ആളുകൾ ഇന്ന് മുസ്ലിം വിരുദ്ധതയുടെ മറ പിടിച്ച് 2 മതങ്ങളെയും 2 ന്യൂനപക്ഷങ്ങളെയും തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിൽ കാഴ്ചക്കാരനായി നോക്കി നിൽക്കാൻ കഴിയില്ല. കോൺഗ്രസ് തീർന്നു പോകുക എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ കോൺഗ്രസ് ആയി നിലനിൽക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ നിലപാടെടുക്കുന്നത്. തോറ്റാലും മുഖപ്രസംഗം എഴുതിയത് ഇത് മതേതരത്വത്തിന്റെ പരീക്ഷയാണ്. അതായത് ഈ ലോക്സഭാ വോട്ടിംഗിൽ നിങ്ങൾ ഈ നിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മതമൗലികവാദികളായിരിക്കുമെന്ന് കത്തോലിക്ക സഭയോട് ആഭിമുഖ്യം പുലർത്തുന്ന പത്രം തന്നെ പ്രഖ്യാപിക്കുന്ന അഭൂതപൂർവമായ അവസരം പോലും നമ്മൾ കണ്ടു. അതിനകത്തുള്ള പ്രശ്നം അഭിലാഷേ, ഒരു സമുദായത്തിന് വേണ്ടുന്ന എല്ലാ ഒത്താശകൾ ചെയ്യുകയും ഒരു സമുദായത്തിലെ ജനങ്ങൾ കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഈ വഖഫ് ബോർഡിലെ പ്രധാനികൾക്ക് തന്നെ ഇറങ്ങി അത് പരിഹരിക്കാമായിരുന്നല്ലോ. ഇത് വഷളാക്കണമായിരുന്നോ? തന്നെയല്ല, ഇങ്ങനത്തെ ഒരു ലൂപ്പ് പോയിന്റ് കൊണ്ടുവന്നത് ഏത് ഭരണത്തിൻ്റെ സമയത്താണ്? ഞാൻ ഈ BJP ഒരിക്കലും അനുകൂലിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളത് അഭിലാഷിന് അറിയാം. കാരണം അവരുടെ ഇപ്പോൾ പറഞ്ഞ പോലെ ഞാനാണല്ലോ ആദ്യം തന്നെ പറഞ്ഞ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള ആ പോളിസിയിലേക്കാണ് അവർ കൊണ്ടുവരുന്നതെങ്കിൽ ഇത് മുൻകാല പ്രാബല്യമില്ല, മുനമ്പം പ്രശ്നം ഇതിനാൽ പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ ഇത് ജനങ്ങളെ ചീറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇതിനൊക്കെ ഇടവരുത്തിയത് ആരുടെ ഭരണ സമയത്താണ്? അതും കൂടെ ചിന്തിക്കണം. UPA ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്താണല്ലോ ഇതുപോലുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് ഇതുപോലുള്ള ലൂപ്പ് പോയിന്റ് ഉണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ടല്ലേ ഇവിടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള പോളിസിയിലേക്ക് മറ്റുള്ളവർക്ക് തല വെക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ അത് പരിഹരിക്കപ്പെടാനായിട്ട് നേരത്തെ മുതൽ ചെയ്യണമായിരുന്നു. വേറൊരു കാര്യം, ഇപ്പം കോൺഗ്രസിൻ്റെ പ്രതിനിധി, ഞാൻ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള വ്യക്തി തന്നെയാണ്. ഛത്തീസ്ഗഡിൽ നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രിയോട് നേരിട്ട് അവിടുത്തെ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായ പീഡനങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളും വലിയ വർത്തമാനമൊന്നും പറയണ്ട. ഇന്ത്യയിൽ എല്ലായിടത്തും ക്രൈസ്തവർക്ക് മിനിഞ്ഞാന്ന് ഞാൻ അഭിലാഷിന് അയച്ചു തന്നിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ഇവിടെ ജബൽപൂരിൽ ഒരു 9 അച്ഛന്മാരെയാണ്
സെന്റ് അലോഷ്യസ് കോളേജിലെ 9 അച്ഛന്മാരെയാണ് കയറി അകാരണമായിട്ട് മർദ്ദിച്ചിരിക്കുന്നത്. ഭരണകൂടത്തിന്റെ ഒക്കെ സപ്പോർട്ടോടുകൂടെ തന്നെ. അപ്പൊ എല്ലാ ആളുകളും അവരവർക്ക് വേണ്ടുന്ന വോട്ട് ശേഖരിക്കാൻ വേണ്ടി വോട്ട് രാഷ്ട്രീയം കളിക്കുന്നല്ലാതെ ഇവിടെ ഒരു നീതിയോടുകൂടെ ഭരണം നടത്തണമെന്നോ എല്ലാവർക്കും തുല്യത വേണമെന്നോ അത്ര വലിയ ആഗ്രഹമൊന്നും അവരുടെ അതാണ് അദ്ദേഹത്തിന്റെ സങ്കടം. പിന്നെ അനൂപ് ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ക്രെഡൻഷ്യൽസ്. അദ്ദേഹം മണിപ്പൂർ വിഷയത്തിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി അലർട്ട് ചെയ്യുന്ന വളരെ വളരെ കൃത്യമായ നിലപാടുകളുള്ള ഒരാളാണ്. തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇവിടെ അൻവർ ഷാ ഈ നിയമം പാസ്സാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം TDP അടക്കമുള്ള കക്ഷികൾ പിന്തുണച്ചു കഴിഞ്ഞു. അപ്പോൾ പുതിയ വഖഫ് നിയമം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നിലവിലുള്ള വഖഫ് അഡ്മിനിസ്ട്രേഷനെ സമൂലമായി പുതുക്കി പണിയാൻ പുതിയ വഖഫ് സംവിധാനത്തിന് കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, ഇത് ശരിക്കും ഇപ്പോൾ BJPയുടെ പ്രതിനിധി ശങ്കുട്ടി ദാസ് പറഞ്ഞ വാദങ്ങളല്ല പല BJP നേതാക്കന്മാരും പറയുന്നത്. അവർ പറയുന്ന വഖഫ് ബോർഡിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പിന്നെ മുസ്ലിങ്ങളുടേതായിട്ടുള്ള യാതൊരുവിധ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ അതിനകത്ത് അഴിമതി നടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട, അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ ഏത് ഏജൻസികൾക്കും ഏത് നിയമവും, ഇപ്പോൾ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ മറ്റേതൊരു നിയമവും ഇവിടെ ഈ വഖഫ് മുമ്പും ആപ്ലിക്കബിൾ ആണല്ലോ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന് കുറെ കൂടി ഈ കാര്യങ്ങളിലൊക്കെ കൈകടത്തേണ്ടതുണ്ട്. കാരണം ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കാരണം ഏതൊരു വിഭാഗത്തിനെതിരെയാണ് ഇപ്പോൾ ഈ പറയുന്ന അമെൻമെന്റുകളും അതോടൊപ്പം തന്നെ ഈ ശുദ്ധി കലാശം നടത്തുക എന്നൊക്കെ ഉള്ള രീതിയിൽ വരും. നമുക്ക് എല്ലാവർക്കും നമ്മൾ കാണുന്നതാണല്ലോ, നമ്മൾ മണ്ടന്മാരൊന്നും അല്ലല്ലോ. പിന്നെ ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ആ മുനമ്പം വിഷയവും ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു അമെൻമെന്റും നമ്മൾ ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കരുത്. കാരണം അത് തർക്ക ഭൂമിയായിട്ട് ഇപ്പോഴും ഇരിക്കുന്നു. ആ പ്രശ്നത്തിലൊക്കെ കൃത്യമായിട്ട് ഇടപെടേണ്ട ആൾക്കാർ ഇടപെട്ട് കഴിഞ്ഞാൽ അച്ഛൻ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ നാട്ടിൽ ഈ പറയുന്ന രീതിയിൽ മുസ്ലിങ്ങളും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും ഇപ്പോ ഈ കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും ഈ കാര്യത്തിൽ ഇടപെടേണ്ട തരത്തിൽ ഇടപെട്ടു എന്ന് വിചാരിച്ചോളൂ. ഒരാൾ കൊണ്ടുപോയി കേസ് കൊടുത്താൽ മതി. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ബെച്ചു കുര്യൻ ജോസഫിന്റെ വിധി എന്താണ്? പരമമായ അധികാരം വഖഫ് ട്രിബ്യൂണലിനാണ്, വേറെ ആർക്കും അധികാരമില്ല എന്നുള്ളതാണ്. അല്ല, വഖഫ് ട്രിബ്യൂണലിന് അധികാരം അങ്ങനെ ഏകപക്ഷീയമായി എടുക്കാൻ കഴിയില്ലല്ലോ. അതിൽ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രൊസീജിയറിന്റെ അടിസ്ഥാനത്തിലല്ലേ പറ്റൂ. ഇപ്പോ നിങ്ങൾ ഈ പറഞ്ഞ ഈ ശങ്കുട്ടി ദാസ് നേരത്തെ ഇവിടെ പറഞ്ഞ സെക്ഷൻ 40 ഡിസിഷൻ ഇഫ് എ പ്രോപ്പർട്ടി ഈസ് വഖഫ് പ്രോപ്പർട്ടി, അത് ശങ്കുട്ടി ദാസ് പറഞ്ഞതുപോലെ അല്ല. അല്ലല്ല, ശങ്കുട്ടി ദാസ് പറഞ്ഞതുപോലെ അല്ല. അതിൽ ഈ പറയുന്ന ബോർഡിന് അങ്ങനെ ഏകപക്ഷീയമായിട്ട് അത് വിധിക്കാനൊന്നും പറ്റില്ല. കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്, നടപടിക്രമം എങ്ങനെ ചെയ്യണം എന്നുള്ളത് അതിന്റെ താഴേക്ക് സെക്ഷൻ 2, 3 ഒക്കെ വായിച്ചു നോക്കിയാൽ അറിയാം. അത് തെറ്റിദ്ധരിപ്പിക്കരുത് കേട്ടോ. ഇനി ഞാൻ ഒന്നും കൂടി പറഞ്ഞു നോക്കട്ടെ, എനിക്ക് സമയം കിട്ടിയില്ല. ഈ വിഷയത്തില് കേന്ദ്ര സർക്കാർ എടുക്കുന്നത് ഒരിക്കലും അത് ഇന്ത്യയിലെ ഏതെങ്കിലും മുസ്ലിങ്ങളുടെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല. ആരും കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ടുമല്ല അവരെങ്ങനെ മുത്തലാഖ് വിഷയത്തിൽ മുസ്ലിങ്ങളെ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടോ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിനകത്ത് എങ്ങനെ ചെയ്തോ അതുപോലെ കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദിസ് ലോ ഈസ് പ്രോസ്പെക്റ്റീവ് നോട്ട് റെട്രോസ്പെക്റ്റീവ് എന്ന് മന്ത്രി പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ ഇതിന് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് എന്താ പറയാ വളരെ കൗതുകത്തോടെ നോക്കിയിരിക്കുന്നത്. ചർച്ച അവസാനിക്കുകയാണ്. സൂപ്പർ പ്രൈം ഡേ അവസാനിക്കുന്നു. നമസ്കാരം.